ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അൽമാട്ടി മാത്രമേ ഉള്ളൂ. അൽമാട്ടി ഡാം, കർണാടക, കൃഷ്ണ കേട്ടോ. ബി, ഇത് മാത്രമേ ശരിയുള്ളൂ. ബാക്കി കേട്ടോ അതാണ് അന്നപൂർണ. അന്നപൂർണ എന്ന് പറയുന്നത് നേപ്പാളിലുള്ള ഒരു കൊടുമുടി. പിന്നെ അപകടകാരിയായ കൊടുമുടിയാണ് നമ്മുടെ മൗണ്ട് K2, അതേപോലെ നംഗപർവ്വതം. ഇതെല്ലാം. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്, എൻട്രി ആപ്പിലെ ജോഗ്രഫി എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ. വരാൻ പോകുന്ന LDC എക്സാം, അതായത് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് വേണ്ടിയുള്ള LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. 2, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ കൊല്ലം LDC പരീക്ഷയിൽ നമ്മൾ കണ്ടതാണ് അല്ലേ, ഹയർ സെക്കൻഡറി ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ആ ഹയർ സെക്കൻഡറി പാഠങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടു പോകേണ്ട ഹയർ സെക്കൻഡറി പാഠങ്ങൾ, അതേപോലെ തന്നെ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയാസ്, ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാസ്സിന്റെ അവസാനത്തോടെ ജോഗ്രഫിയിൽ നിന്നുള്ളത് മാത്രം. ബാക്കി വിഷയങ്ങൾക്ക് അതാത് അധ്യാപകർ ചെയ്തു തരും. ജോഗ്രഫിയിൽ നിന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരും, കൃത്യമാക്കി തരും, ക്ലിയർ ആക്കി തരും. സോ ക്ലാസ്സിന് തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ഓടിച്ചോട്ടെങ്കിലും കാണുക, സ്പീഡ് കൂട്ടിയെങ്കിലും കാണുക, മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കൊന്ന് സ്കിപ്പാക്കി പോകരുത്. കാരണം ക്ലാസ്സിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസും ചോദ്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കളഞ്ഞേക്കരുത്. ആദ്യം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കളയാനില്ല. നിങ്ങൾ തീരെ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കിപ്പ് ചെയ്തെങ്കിലും നമ്മുടെ സ്പീഡ് കൂട്ടി ഫോർവേഡ് ഇട്ട് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 3 ചോദ്യപേപ്പറുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. LDC ട്രിവാൻഡ്രം, അതുപോലെ ഖാദി ബോർഡ് LDC കൊല്ലം, കണ്ണൂർ. 3 ചോദ്യപേപ്പറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 3 ചോദ്യപേപ്പറുകളിലും ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകണേ. ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല, കാരണം എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. ആ LDC ട്രിവാൻഡ്രത്തിന്റെയും അതുപോലെ LDC കൊല്ലത്തിന്റെയും എല്ലാ എക്സ്പ്ലനേഷൻ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് കാണാം. ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾ കാണേണ്ട ഏതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ആ ചോദ്യങ്ങൾ മാത്രം, ഏകദേശം 15ഓളം ചോദ്യങ്ങൾ വരും. പെട്ടെന്ന് ആ ചോദ്യം വായിക്കുന്നതിന് ആൻസർ പറയുന്നു. എന്നിട്ട് നമ്മളൊരു അനാലിസിസ് നടത്തുന്നു. ഏതാണ് കൂടുതൽ ഈ ചോദ്യം വന്ന ഏരിയ, ഓരോ ഭാഗത്തു നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നു. എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സന്തോഷമായിട്ടിരിക്കുക, നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കുക. നമുക്ക് നല്ല പരീക്ഷ ആയിരിക്കും വരാൻ പോകുന്നത്. നോക്കുക, 10ാം തരത്തിലുള്ള പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് 10ാം ക്ലാസ്സിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 10ാം തരത്തിലുള്ള PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ എന്നാണ്. അത് ചോദ്യങ്ങൾ അവിടെ നിന്ന് അവരിപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ അങ്ങനത്തെ ഒരു നിഷ്ഠയൊന്നുമില്ല. ഇത്രയും ഭാഗത്തുനിന്ന് ചോദിക്കത്തുള്ളൂ, 10ാം ക്ലാസ്സിനകത്തുനിന്ന് ചോദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിൽ നടക്കുന്ന പരീക്ഷകൾക്ക് +1 നിന്ന് +2 നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അവര് ചോദ്യങ്ങൾ മാക്സിമം ലെവലിൽ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ UPSCക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ, SSCക്ക് ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷകൾക്ക്. അപ്പോൾ ചോദ്യങ്ങൾ പലയിടത്തു നിന്ന് വരാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന പരീക്ഷ, ഇപ്പോൾ പത്തനംതിട്ട പരീക്ഷ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെക്സ്റ്റ് LDC എക്സാം, ഇതേപോലെ തന്നെ കണ്ണൂർ നടന്ന പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആയിരിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ അത് സിമ്പിൾ, ട്രിവാൻഡ്രത്തിനേക്കാൾ എളുപ്പമുള്ള പരീക്ഷ ആയിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആയിരിക്കും നടക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ചോദ്യ പേപ്പറുകൾ വെച്ചുകൊണ്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു, പഠിച്ചിട്ട് പോകുന്നു. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ കേട്ടോ. നോക്കാം. ആദ്യം ഖാദി ബോർഡിന്റെ ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ, ഇങ്ങനെ കണ്ടോ, തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഏതാണ് ആൻസർ? തുടർച്ചയില്ലാത്ത രേഖകളാൽ രേഖപ്പെടുത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഫോം ലൈൻ എന്നാണ്. ഭൂപടങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചൊരു ചോദ്യം. 2ാമത്തെ ചോദ്യം, ലിപ്പുലേഖ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണോ, സിക്കിം ടിബറ്റ് ആണോ, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണോ, ശ്രീനഗർ കാർഗിൽ ആണോ? ഏതാണ് ആൻസർ? ലിപ്പുലേഖ ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിന്റെ ടിബറ്റിലേക്കാണ് അല്ലെ. സിക്കിം ടിബറ്റ് ഏതാണ്? നാഥുല ചുരമാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഏതാണ്? ഷിപ്കില ചുരമാണ്. ശ്രീനഗർ കാർഗിൽ ഏതാണ്? സോജില ചുരമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഇതൊരു കറണ്ട് അഫയർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടുതൽ ഉള്ള സ്ഥലം എന്ന് SCERT-ക്കകത്ത് നൽകിയിരിക്കുന്നത് ജയ്സാൽമീറാണ്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ജയ്സാൽമീറാണ്. എന്നാൽ ഉഷ്ണകാലത്ത് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം, ഉഷ്ണകാലത്ത് മാത്രം, അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ബാമറാണ്. ബാമർ. ജയ്സാൽമർ ബാമർ എന്നുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ജയ്സാൽമർ എന്ന് നൽകിയിരിക്കുന്നു. ഉഷ്ണകാലത്ത് ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ബാമർ നൽകിയിരിക്കുന്നു. ഈ എക്സാം നടക്കുന്നതിന്റെ തലേ മാസം, അതായത് നമുക്ക് നമ്മളെ റിവിഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രത്തിലൊരു ഇത് വന്നിരുന്നു. മെയ് അവസാനത്തോടെ നമ്മുടെ ഡൽഹിയിൽ മുങ്കേഷ്പൂർ എന്ന സ്ഥലത്ത്
ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. ഒറ്റ ദിവസത്തെ ഏറ്റവും കൂടുതൽ ചൂട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഒരു സിംഗിൾ ഡേയിൽ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഡൽഹിയിൽ മുങ്കേഷ്പൂരാണ്. ഇത് വാർത്താ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. വാർത്തയ്ക്ക് ശ്രദ്ധിക്കുന്നവർ, കറണ്ട് അഫയർ നോക്കുന്നവർ നോക്കി പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു അത്. ഇനി നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങൾ, മേഘങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഖാദി ബോർഡിന് വന്നതാണ്. നിംബസ് മേഘങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതാണ്? താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് ശരി. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ശരി. രണ്ട് ശരി. മറ്റേത് രണ്ടും തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ്? 1 ഉം 4. ഓപ്ഷൻ ഡി അല്ലെ? 1 ഉം 4 ശരി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ബാക്കിയപ്പോ എന്താണ്? ഇത് ഉയർന്ന സംവഹന പ്രവാഹം രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതാണ്? ക്യുമുലസ് ആണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അത് വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ, അതും നമുക്ക് എന്ത് പറയാം? ഏതാണ്? ക്യുമുലസ് മേഘങ്ങളായിട്ട് തന്നെ പറയാം. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. ഇങ്ങനെ ലേയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ് അല്ലെ? ഇനി തൂവലാകൃതിയിൽ നല്ല ഉയരത്തിൽ, വളരെ ഉയരത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ, അല്ലെങ്കിൽ കുതിരവാലിന്റെ ആകൃതിയിൽ, സിൽക്ക് ഷാളിന്റെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ഈ 1 ഉം 4 ആണ്. ഇനി കാഞ്ചൻജംഗയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. ശരിയാണ്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി. ശരിയാണ്. അതിന്റെ മുകളിൽ പോയി ചവിട്ടരുത്. അതിനൊരു റിലീജിയസ് ആയിട്ടുള്ള പ്രാധാന്യമുണ്ട് കാഞ്ചൻജംഗയ്ക്ക്. അവരുടെ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഒരു ആരാധന മൂർത്തി കൂടിയാണ് ഈ ഒരു കൊടുമുടി എന്ന് പറയുന്നത്. സോ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആ കൊടുമുടിക്കുണ്ട്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി. തെറ്റാണ്. അതേതാണ്? നമ്മുടെ എവറസ്റ്റ് ആണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൊടുമുടി, അതും തെറ്റാണ്. അത് അന്നപൂർണയാണ്. നേപ്പാളിൽ തന്നെയുള്ള അന്നപൂർണയാണ് ഏറ്റവും കൂടുതൽ ഫാറ്റലിറ്റി റേറ്റ് ഉള്ളത്. അതായത് 100 പേര് കയറുമ്പോൾ 35 പേരോളം, 35 38 അടുത്ത് ആളുകൾ മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും അപകടകാരിയായ കൊടുമുടി ഇത് പറയുന്നത് കേട്ടോ. അതാണ് അന്നപൂർണ എന്ന് പറയുന്നത് നേപ്പാളിലുള്ള ഒരു കൊടുമുടി. പിന്നെ അപകടകാരിയായ കൊടുമുടിയാണ് നമ്മുടെ മൗണ്ട് K2, അതേപോലെ നംഗപർവ്വതം. ഇതെല്ലാം അപകടകാരിയായ കൊടുമുടികളിൽ അന്നപൂർണ കഴിഞ്ഞു വരുന്നവരൊക്കെയാണ്. നോക്കുക, ഇതിനകത്ത് 1ഉം 2ഉം മാത്രം ശരി എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ ആൻസർ കേട്ടോ. 1ഉം 2ഉം മാത്രമാണ് ശരി. മറ്റേത് 3ഉം 4ഉം തെറ്റാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ സ്ഥാനം കണ്ടെത്തുക. ഡാമും സംസ്ഥാനവും നദിയും കൊടുത്തിട്ടുണ്ട്. ദുൽഹസ്തി, ഹിമാചൽ പ്രദേശ്, ചിനാബ്. ദുൽഹസ്തി ശരിയാണ്, ചിനാബ് ശരിയാണ്, ഹിമാചൽ പ്രദേശ് തെറ്റാണ് അല്ലെ? അത് മാറിപ്പോയി. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഏതാണ്? ദുൽഹസ്തി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ വരുന്നത്. ചിനാബില് ജമ്മു കാശ്മീർ. ചിനാബും ജലവും സിന്ധു നദിയുടെ 2 പോഷക നദികളാണ്. കാശ്മീരിലൂടെ ഒഴുകുന്ന 2 പോഷക നദികൾ, ജമ്മുവിലൂടെ ഒഴുകുന്ന 2 പോഷക നദികൾ. ഏതൊക്കെയാണ്? ജലവും ചിനാബും. രവി ഒഴുകുന്നുണ്ടോ ജമ്മു കാശ്മീരിലൂടെ? ഇല്ല. രവി നദി ഒഴുകുന്നത് ഹിമാചൽ പ്രദേശും ഏതൊക്കെയാണ്? പഞ്ചാബുമാണ്. ബിയാസ് ഒഴുകുന്നുണ്ടോ? ഇല്ല. അതും ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. സത്ലജ് ഒഴുകുന്നുണ്ടോ? ഇല്ല. അതും ഹിമാചൽ പ്രദേശും പഞ്ചാബുമാണ്. ജലവും ചിനാബും മാത്രമാണ് കാശ്മീരിലൂടെ ഒഴുകുന്നത്. ഇനി ചിനാബ് ഹിമാചൽ പ്രദേശിൽ ഒഴുകുന്നുണ്ട്, കാശ്മീരിൽ ഒഴുകുന്നുണ്ട്, ജമ്മു കാശ്മീരിൽ ഒഴുകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഹിമാചൽ പ്രദേശിലുണ്ട്, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ. അത് പഞ്ചാബിലേക്ക് പോകുന്നില്ല ചിനാബ്. 5 എണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഇനി അൽമാട്ടി ഡാം കർണാടക, കൃഷ്ണ. ശരിയാണ്. സർദാർ സരോവർ രാജസ്ഥാൻ, താപ്തി. സർദാർ സരോവർ എവിടെയാണ്? സർദാർ സരോവർ എന്ന് പറയുമ്പോൾ ഏത് വരും? അത് സംസ്ഥാനം മാറിപ്പോയി, ഗുജറാത്ത് അല്ലെ? ഗുജറാത്താണ്. അതുപോലെ തന്നെ താപ്തി അല്ല, താപ്തിക്ക് പകരം എന്താ വരുന്നത്? സർദാർ സരോവർ നർമ്മദയിലാണ്. എവിടെയാണ്? നർമ്മദയില്. ശ്രീശൈലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. പക്ഷെ ഇവിടെ തെറ്റിപ്പോയി അല്ലെ? ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ്. ഇത് തെറ്റിപ്പോയി. എന്താണ്? കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ, ശ്രീശൈലം ഡാം ഒക്കെ ഏതാണ്? കൃഷ്ണ നദിയിലാണ്. അപ്പൊ ശരിയായ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അൽമാട്ടി മാത്രമേ ഉള്ളൂ. അൽമാട്ടി ഡാം, കർണാടക, കൃഷ്ണ കേട്ടോ. ബി. ഇത് മാത്രമേ ശരിയുള്ളൂ. ബാക്കി 3ഉം ഒന്നെങ്കിൽ സംസ്ഥാനം തെറ്റി, അല്ലെങ്കിൽ നമ്മുടെ നദി തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ സംസ്ഥാനം തെറ്റി, അല്ലെങ്കിൽ നദി തെറ്റി. അപ്പൊ ഇത്രയുമാണ് ഖാദി ബോർഡിന് ചോദിച്ചത്. ഇനി ട്രിവാൻഡ്രം LDCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നാണേ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യൂട്യൂബിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈക്ലോൺ അല്ല. സൈക്ലോൺ എവിടെയാണ്? അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, ബേ ഓഫ് ബംഗാളിലാണ്. സൈക്ലോൺ എന്ന പേര് ഇതിന് നൽകിയത് ഹെൻറി പെഡിങ്ടൺ ആണ് എന്ന് ഓർത്തോണം കേട്ടോ. വില്ലീസ് ഓസ്ട്രേലിയ ആണ്. ടൈഫൂൺ അല്ല, ചൈനയാണ്. ആൻസർ ഏതാണ്? ഡി ആണ്. ഹരിക്കെയിൻ ആണ്. ഹരിക്കെയിൻ അല്ല. അറ്റ്ലാന്റിക് മേഖലയിൽ, കരീബിയൻ കടലിൽ, വെസ്റ്റ് ഇൻഡീസിലൊക്കെ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്ന പേരിലാണ്. ഹരിക്കെയിൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ടൊർണാഡോ. USA യിലാണ് ടൊർണാഡോ കേട്ടോ. ടൊർണാഡോ. ഇനി
താഴെ പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? വെങ്കുവേല, കുറോഷിയോ, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ്. ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം? അഗുൽഹാസ് ആണ്. ഇത് അഗുൽഹാസ്. കുറോഷിയോ എവിടെയാണ്? പസഫിക്കിലാണ്. കുറോഷിയോ പസഫിക്കാണ്. വെൻഗുവേല എവിടെയാണ്? വെൻഗുവേല അറ്റ്ലാന്റിക്കിലാണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? അറ്റ്ലാന്റിക്കിലാണ്. സോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത് മാത്രമാണ്? അഗുൽഹാസ് മാത്രമാണ് കേട്ടോ. ബാക്കി മൂന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായത് കണ്ടെത്തണേ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. തെറ്റായത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. തെറ്റ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ശരി. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയിന്, വാട്ടർ വേപ്പർ ഇതെല്ലാം ഹരിതഗ്രഹ വാതകങ്ങളുടെ ഗണത്തിനകത്ത് പെടുത്താവുന്നതാണ്. ഇനി ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. തെറ്റ്. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. അളകനന്ദ, ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയാണ്. അളകനന്ദയും ഭഗീരഥയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നാണ് ഗംഗയായി മാറുന്നത്. സോ 2ഉം 4ഉം ശരിയാണ് അല്ലെ? ഏതൊക്കെയാണ്? 2, അതുപോലെ 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി 2, 4 എന്നിവ ശരിയാണ് കേട്ടോ. ആൻസർ 2, 4. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇപ്പൊ ഗ്രീനിച്ച് രേഖാംശത്തെ പറ്റിയുള്ള ചോദ്യം വീണ്ടും വന്നു നമുക്ക്. കൊല്ലം, കണ്ണൂർ LDCക്കും വന്നു അല്ലെ? ഇത് ആവർത്തന ചോദ്യമാണ്. ട്രിവാൻഡ്രത്തിൽ ചോദിച്ച ചോദ്യം തന്നെ നമുക്ക് എവിടെ വന്നു? പക്ഷെ വേറെ രീതിയിലാണ് ചോദിച്ചതേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ശരി. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒരു ആണവ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? ഭൗമ താപോർജ്ജ നിലയമല്ല, കൂടംകുളം, കൽപ്പാക്കം ഒക്കെയാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ. ഭൗമ താപോർജ്ജ നിലയം മണികരൺ ഉണ്ട് അല്ലെ? മണികരൺ എവിടെയാണ്? ഭൗമ താപോർജ്ജ നിലയം മണികരൺ ഹിമാചൽ പ്രദേശിലാണ്. പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സ്ഥാപിച്ച. പിന്നെ ലഡാക്കിൽ പുഗാവാലി ഉണ്ട്. പുഗാവാലി. ഛത്തീസ്ഗഡിൽ തത്താപാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതെല്ലാം ഭൗമ താപോർജ്ജ നിലയങ്ങളാണ്. ഇനി ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദാണ്. ശരിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇത് തെറ്റ്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗർ ആണ് അല്ലെ? മഹാത്മാഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ഗാന്ധിനഗർ. ഇപ്പൊ ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണ് അല്ലെ? ശരിയാണ്. സിന്ധു നദിയുടെ തെക്ക് വശത്തുള്ള പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നമ്മുടെ കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്? രാജസ്ഥാൻ കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിൽ നിന്നാണ്. ബക്ര നങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി എന്നറിയപ്പെടുന്നത് അത് സത്ലജ് നദിയിലാണ്. സോ ഇവിടെ 1 ശരിയാണ്, 4 ശരിയാണ്. 1, 4 എന്നിവ ഓപ്ഷൻ സി കണ്ടോ. 1, 4 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. NW1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ. NW2 ഏതാണ്? സാദിയ ദൂബ്രി, ബ്രഹ്മപുത്ര നദിയിൽ. അലഹബാദ് ഹാൽഡിയ എവിടെയാണ്? ഗംഗയില്. സാദിയ ദൂബ്രി എവിടെയാണ്? ബ്രഹ്മപുത്രയില്. NW3 കൊല്ലം കോട്ടപ്പുറം. അതിപ്പോ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലെ കായലുകൾ, കനാലുകൾ. കൊച്ചിയിലുള്ള ഉദ്യോഗമണ്ഡൽ കനാല്, ചമ്പക്കര കനാലൊക്കെ ഇതിന്റെ ഭാഗമാണ്. NW4 കാക്കിനട, പുതുച്ചേരി. കൃഷ്ണ ഗോദാവരി നദികളും കനാലുകളും. ഇനി LDC കൊല്ലം കണ്ണൂരിലേക്ക് വരുന്നു. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഒരു സംശയം വേണ്ട, ഏതാണ്? ഗോദാവരി. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? പഠിക്കുന്നുണ്ട്. ഗുജറാത്തിലെ രാജാവും മധ്യപ്രദേശിലെ ചീഫ് ജസ്റ്റിസും വെസ്റ്റ് ബംഗാളിൽ MTയുടെ സിനിമ കാണാൻ പോയതൊക്കെ പറഞ്ഞ് കോഡൊക്കെ വെച്ചാൽ പഠിപ്പിക്കുന്ന. അപ്പൊ അതിനകത്ത് വരാത്ത ആരാണ്? ഒഡീഷയാണ് അല്ലെ? ഒഡീഷയാണ്. ഇനി എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിലെ ഏത് പ്രദേശത്തെ ആണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്ന പ്രതിഭാസം ലോകത്തിലെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? NCERT സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ NCERT ബുക്കുകളുടെ അതായത് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ ഒരു സെറ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ NCERT സീരീസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുക, എൻട്രിയുടെ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ പോവുക. അതിനകത്ത് NCERT സീരീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. 6 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. +1 +2 ബുക്ക് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് LDC ഇനി വരാൻ പോകുന്ന LDC പരീക്ഷകൾക്കൊക്കെ നമുക്ക് +1 +2 ബുക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഹയർ സെക്കൻഡറി ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഡീപ്പ് ലെവലിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു പറഞ്ഞ് തരുന്ന ഒരാളാണ് ഞാൻ. അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിയെടുക്കുന്ന കുറെ പോയിന്റ്സ് ഒരു റാങ്ക് ഫയലിനകത്തുണ്ട്. അത് നമ്മൾ വായിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഓരോ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഡീപ്പ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. എക്കണോമിക്സ് എടുത്തിട്ട് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കണം. +1 പാഠങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ട പാഠങ്ങൾ എടുത്ത് വായിക്കണം നമ്മൾ. ഫെഡറലിസം ഒക്കെ +1 പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. അതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഹിസ്റ്ററി, റെവല്യൂഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം +1 ബുക്കിനകത്ത് കിടക്കുന്നത്. അതെടുത്ത് വായിക്കണം നിങ്ങൾ.
മനസ്സിലായി? അത് പ്രധാനപ്പെട്ട പാഠങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് ഉടനെ തന്നെ, വരും ദിവസം തന്നെ. ഓരോ വിഷയം, പ്രത്യേകിച്ച് GK ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഈ 4 വിഷയം, ഈ 4 വിഷയത്തിനകത്ത് നമ്മൾ പ്രധാനമായി നോക്കിക്കൊണ്ട് പോകേണ്ട പാഠങ്ങൾ ഏതെല്ലാമാണ്, ഹയർ സെക്കൻഡറി ലെവലിൽ നോക്കിക്കൊണ്ട് പോകേണ്ട പാഠങ്ങൾ ഏതെല്ലാമാണെന്ന് വെച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്ത് തരാം. നിങ്ങൾ അത് നോക്കിയിട്ട് പോകുക. ഇത് 4-നുമാണല്ലോ നമുക്ക് ഹയർ സെക്കൻഡറി ബുക്ക് ഉള്ളത്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അത് ഹയർ സെക്കൻഡറി ബുക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ് അതിന്റെ. അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ആ പ്രധാനപ്പെട്ട പാഠങ്ങൾ മാത്രം നോക്കി പോകാം. ബാക്കി ഈ പറഞ്ഞ 4 വിഷയങ്ങൾ, നമുക്ക് ഒരു 20 മാർക്ക് കിട്ടുന്ന ഈ 4 വിഷയങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 വിഷയങ്ങൾ. GK ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ഫ്രേസൽ വെർബ് ഉപയോഗിക്കും, കുറച്ച് ആന്റണിംസ്, കുറച്ച് സിനണിംസ്, കുറച്ച് ഫോറിൻ വേർഡ്സ്, അങ്ങനെ ഒരു പാറ്റേണിനകത്ത് അവിടെ മാറ്റമില്ല. ഇംഗ്ലീഷ്, മലയാളത്തിനും അതുപോലെ തന്നെ മാത്സിനും. കറണ്ട് അഫയറിനും പറയത്തക്ക വലിയൊരു പാറ്റേൺ ചെയ്തില്ല. വെന്യൂസ് ചോദിക്കുന്നുണ്ട്, അവാർഡ്സ് ചോദിക്കുന്നുണ്ട്, പണ്ടത്തെ ചോദിക്കുന്ന ചന്ദ്രയാൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ പാറ്റേൺ മുഴുവൻ തകിടം മറിക്കുന്നത് എവിടെയാ? GK നിങ്ങൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട സമയമുണ്ട്. GK എന്ന് പറയുമ്പോൾ എന്താണ്? പണ്ട് നമ്മൾ പഠിച്ചിരുന്ന 2018 മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു, അങ്ങനെ പഠിച്ചാൽ പോരാ. പാഠങ്ങൾ എടുത്തു വെച്ച് വായിക്കണം, നല്ലപോലെ വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റാങ്ക് മേക്കിംഗ് മാർക്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് റാങ്ക് മേക്കിംഗ് മാറിക്കൊണ്ടിരിക്കുന്നത്. GK ഞാൻ നിസ്സംശയം പറയാം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ IT, നിയമങ്ങൾ. നമുക്ക് SCRT, NCRT ടെക്സ്റ്റുകളില്ല, നിയമങ്ങൾ, സിവിക്സ് പഠിക്കാനായിട്ട്. അത് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് കണ്ടന്റ് വായിച്ച്, പോക്സോ നിയമം, അതുപോലെ തന്നെ മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, അങ്ങനെ നിയമങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് വേറൊരു ലെവലാണ്. ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും മാത്സിന്റെയും ആ ഒരു സെക്ഷൻ വേറെ, കറണ്ട് അഫയറിന്റെ സെക്ഷൻ വേറെ, GKയുടെ സെക്ഷൻ വേറെ, നിയമങ്ങളുടെ സെക്ഷൻ വേറെ, അങ്ങനെ 4 സെക്ഷൻ ആയിട്ട് വെച്ചുകൊണ്ട് ഇനിയുള്ള സമയത്ത് നമ്മുടെ പഠനത്തെ നമ്മൾ ക്രമീകരിക്കണം. ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നിങ്ങൾ അത് നല്ല സെൻസിൽ ഉൾക്കൊള്ളണം. വിമർശനാത്മകമായിട്ട് ചിന്തിക്കരുത് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ. നല്ല സെൻസിൽ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് പ്രയോജനപ്പെടും. LDCക്ക് നമ്മൾ പറഞ്ഞില്ല, ബുദ്ധിമുട്ടിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഹയർ സെക്കൻഡറി, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ ലെവലിൽ പഠിക്കുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ PSC ചോദ്യങ്ങൾ മാറ്റുമ്പോൾ നമ്മൾ ഡെസ്ക് പഠിച്ച് നെഗറ്റീവ് അടിച്ച് അല്ലെങ്കിൽ PSCയുടെ പാറ്റേൺ മാറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ജോലി കിട്ടുമോ? മാറുന്നതിനനുസരിച്ച് നമ്മളും മാറാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. PSC മാറിയാൽ, ചോദ്യ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറാൻ നമുക്ക് ശ്രമം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നോക്ക്, സമയം കളയുന്നില്ല. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് ബാധിക്കുന്നത്? എത്ര വ്യക്തമായിട്ട് ഞാൻ ആ ഒരു NCERT സീരീസിൽ പാർട്ട് 3 ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? കാലാവസ്ഥയെ പറ്റി പഠിപ്പിക്കുന്ന പാഠത്തിന്. അതോ എത്ര ഒരു 2 മിനിറ്റ് സമയം എടുത്ത് ഇത് വരച്ച് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഏതാണ് ആൻസർ? തെക്കേ അമേരിക്ക അല്ലെ? തെക്കേ അമേരിക്ക. ഇനി വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? വടക്കൻ സമതലം, വടക്കൻ സമതലം എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസ്. അവിടെ വീശുന്ന കാറ്റിന്റെ പേരെന്താണ് വേനൽക്കാലത്ത്? ഇന്ത്യയിലെ ഏറ്റവും ചൂടുള്ള കാറ്റ്, വരണ്ട കാറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു, ലൂ എന്ന് പറയുന്ന കാറ്റ് അല്ലെ? അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏതാണ്? കേരള ജോഗ്രഫിന്ന് നമ്മൾ ആ NW3 കഴിഞ്ഞ് കാണുന്ന ഒരേ ഒരു ചോദ്യം. വേറെ എന്തെങ്കിലും ചോദിച്ചോ കേരള ജോഗ്രഫിന്ന്? ഇത്രയും ചോദ്യങ്ങൾക്കകത്ത് കേരള ജോഗ്രഫിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോ? 190 പേജുകൾ റാങ്ക് ഫയലിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരള ജോഗ്രഫി, ജില്ലകള്, നദികള്, ദേശീയ നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങള്. ഇപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ, ലാസ്റ്റത്തെ 15ാമത്തെ ചോദ്യം അടുത്തത്. 14 ചോദ്യം ഇവിടെ പറഞ്ഞു. 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ കേരള ജോഗ്രഫി എന്നുള്ള ഒരു ചോദ്യം ഇതാണ്. പിന്നുള്ളത് ഒരെണ്ണം NW3, അത് പുസ്തകത്തിലുണ്ട്. അത് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് ഇന്ത്യയിലെ ജലഗതാഗതം എന്ന ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. അത് ഇന്ത്യൻ ജോഗ്രഫിയുമാണ്, കേരള ജോഗ്രഫിയുമാണ്, അങ്ങനെ നമുക്ക് പറയാം. ആ NW3യുടെ ചോദ്യം, ദേശീയ ജലപാത 3 എന്നുള്ളത്. ഇത് നോക്കുക, ഏതാണ്? തൃശ്ശൂരാണ് ആൻസർ. ഏതാണ്? തൃശ്ശൂർ. പുസ്തകത്തിലില്ല, നമ്മൾ വെറുതെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുതിരണ്ടാണ്, വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. നോർമലായിട്ടും അല്ലാതെ കേരള ജോഗ്രഫി ഇൻഡെപ്തിലേക്ക് ഒരു ചോദ്യം വന്നിട്ടില്ല. ഈ 15 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് ഈ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. മറ്റത് ദേശീയ ജലപാത എന്നുള്ളത് ഞാൻ ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് ഉൾപ്പെടുത്തുക, കാരണം അതിനകത്ത് നമ്മളത് പഠിക്കുന്നതാണ്. ഗതാഗതം പഠിക്കുന്ന കൂട്ടത്തിൽ അതും പഠിച്ചു പോകുന്നതാണ്. ഈ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്താ ഇനി പഠിക്കേണ്ടത് ജോഗ്രഫിക്ക് വേണ്ടി കൂടുതൽ? ഞാൻ കേരള ജോഗ്രഫി പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, പഠിക്കണം. അത്യാവശ്യം നദികളെ പറ്റി, അത്യാവശ്യം നാഷണൽ പാർക്കുകളെ പറ്റി, അത്യാവശ്യം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് മതി. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ബേസ് ലെവലിൽ ഒന്ന് പഠിച്ച് പോകും. കാരണം ഇപ്പം നടന്ന 3 പരീക്ഷകൾക്കകത്ത് അത്ര വന്നിട്ടുള്ളൂ. എനിക്ക് ഈ 3 എക്സാം വെച്ചുകൊണ്ട് അനലൈസ് നടത്താൻ ഇപ്പം സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഇവിടെ നിന്നൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയസ് പറഞ്ഞുതരാം വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അനാലിസിസ് നടത്താൻ പോവാൻ നമ്മളിപ്പോ കേട്ടോ. അവസാനത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നമുക്ക് ഈ ചോദ്യകർത്താവിന് ഈ ഒരു ചോദ്യത്തെ പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ഇട്ടേക്കുന്നത്. നോക്കുക, പ്രൈം മെറിഡിയനെ വിളിക്കുന്ന പേര് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നാണ്. ഗ്രീൻവിച്ച് മെറിഡിയനെ പറ്റി നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ
ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്, ഒന്നാമത്തെ പാഠം. അതിനകത്താണ് നമുക്ക് ഈ ഒരു ഋതുഭേദങ്ങളെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്താണ് ഗ്രീൻവിച്ച് മെറിഡിയനെ പറ്റി പരാമർശിക്കുന്നത്. അതിനകത്ത് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തുകൂടെ, പ്രദേശത്തുനിന്ന് അവിടെ എഴുതിയേക്കുന്നത്, പ്രദേശത്തൂടെ കടന്നു പോകുന്ന, അവിടെ റോയൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട് ഗ്രീൻവിച്ചിൽ, അതിലൂടെ കടന്നു പോകുന്ന ഒരു രേഖയാണ് ഏത് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ട് ഒരു രാജ്യമാണ്, UK ഭാഗമായിട്ടൊരു രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നു. ശരിക്കും ഗ്രീൻവിച്ച് എവിടെയാണ്? ലണ്ടൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്, പ്രദേശത്തല്ല, ഒരു കൗണ്ടി എന്ന് പറയും, അവിടെയാണ് ഗ്രീൻവിച്ച് ഉള്ളത്. നമുക്ക് നോക്കാം നമ്മുടെ എങ്ങനെയാണ് ഇതിനകത്ത് വന്ന സംശയം. എന്ത് ചോദ്യകർത്താവിന് ഇതിനെപ്പറ്റി ധാരണ ഇല്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ അയാളെ ആക്ഷേപിക്കുന്നതല്ല. ഈ ഒരു ചോദ്യം ഇതിനകത്ത് ഈ രണ്ട് ഓപ്ഷൻ ഒരുമിച്ച് വരാൻ പാടില്ല, ഇത് കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. UK എന്ന് പറയുന്നതിൽ അതിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളറാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാപ്പ്, കാണാമല്ലോ നിങ്ങൾക്ക്. അതിലൂടെ ഇംഗ്ലണ്ടിലൂടെ 0 ഡിഗ്രി, ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് 0 ഡിഗ്രി എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലൂടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നുണ്ട്, ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ കണ്ടോ നിങ്ങൾ? ലണ്ടൻ എന്താണ്? ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയാൽ ലണ്ടന്റെ മാത്രം മാപ്പ് ഇവിടെ എടുത്തേക്കുവാണ്. നമ്മുടെ നാട്ടില് ഇന്ത്യയില് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ, ഇന്ത്യയിൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തുന്നത്? സ്റ്റേറ്റ്സ് ത്രൂ അല്ലേ നടത്തുന്നത്? ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഇംഗ്ലണ്ടില് കൗണ്ടീസ് ഉണ്ട്. കൗണ്ടി നമ്മുടെ സ്റ്റേറ്റിന് തുല്യമായ ഒരു അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് ആണ് കൗണ്ടി. അതിലൊരു കൗണ്ടിയാണ് ലണ്ടൻ എന്ന് പറയുന്നത്. ലണ്ടൻ, ഈ ലണ്ടന്റെ മാപ്പായി കാണുന്നത്, ഇംഗ്ലണ്ടിന്റെ മാപ്പല്ല, ഇംഗ്ലണ്ടിനകത്ത് വരുന്ന ഒരു കൗണ്ടിയായ ഇത് സ്റ്റേറ്റിന് തുല്യമായിട്ട് ഇതാണ് ലണ്ടൻ. ഈ ലണ്ടനിലെ ഒന്നെന്ന് കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടോ? ഈ ഒന്നെന്ന് കൊടുത്തേക്കുന്നത്, അത് ഈ ഒന്നെന്ന് കൊടുത്തേക്കുന്നത് സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന മറ്റൊരു കൗണ്ടിയാണ്. ലണ്ടൻ എന്ന് പറയുന്ന കൗണ്ടിക്കകത്ത് ഈ സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്വതന്ത്ര അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിട്ടുള്ള ലണ്ടൻ, സിറ്റി ഓഫ് ലണ്ടൻ കൗണ്ടി ഉണ്ട്. സിറ്റി ഓഫ് ലണ്ടൻ, അതിന്റെ പേര് ഈ ഒന്നെന്നിട്ടേക്കുന്ന സിറ്റി ഓഫ് ലണ്ടൻ എന്നാണ്. ബാക്കി ഈ രണ്ടാണ് ലണ്ടന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം. ഇത് ലണ്ടൻ എന്ന് പറയുന്ന വലിയ കൗണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ അകത്ത് കിടക്കുന്ന സിറ്റി ഓഫ് ലണ്ടൻ ആണ് ഈ ഒന്നെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കി രണ്ട് എന്ന് പറയുന്ന ഈ സ്ഥലം കണ്ടോ, രണ്ടെന്നിട്ടേക്കുന്നത് കണ്ടോ? ഇത് പല ബോറോ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബോറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് പറയത്തില്ലേ, ജില്ലകൾ പറയത്തില്ലേ, അതേപോലെ ജില്ലകളെയാണ് ഈ ബോറോകൾ എന്ന് പറയുന്നത്. അങ്ങനെ പല ബോറോകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിന്റെ ഇവിടെ കണ്ടോ, കണ്ടോ? ഈ കാണുന്നതാണ്. ഈ ഇവിടെ 33 ഇട്ടിട്ടുണ്ട്. ഈ സിറ്റി ഓഫ് ലണ്ടനും കൂടെ ചേർത്ത്, സിറ്റി ഓഫ് ലണ്ടൻ ഒന്നാണേ, സിറ്റി ഓഫ് ലണ്ടൻ ഒന്നായിട്ടേക്കുന്നത്. അതും ഈ ബാക്കിയുള്ള 32 കൂടെ ചേർത്ത് 33 ബോറോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, 33 ബോറോ എന്ന് പറയാൻ പറ്റത്തില്ല. ലണ്ടന്റെ ഭാഗമായിട്ട് 32 ബോറോ എന്ന് വെച്ചാൽ ജില്ലയായിട്ട് കൂട്ടുക, പ്ലസ് ഒരു കൗണ്ടി ഇതിന് ഉള്ളിൽ വരുന്നുണ്ട്. അതാണ് സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ 22 എന്ന് കാണുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ബോറോ എന്ന് വെച്ചാൽ ജില്ലയാന്ന് ഓർക്കുക. ബോറോ നമ്മുടെ നാട്ടിലെ ജില്ലകൾക്ക് സമാനമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്. അതാണ് 22. ഈ ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നത് ഈ 22-ലൂടെയാണ് പ്രധാനമായിട്ടും. ബാക്കിയുണ്ട്, എന്നാൽ ഈ 22-ലൂടെയാണ് പ്രധാനമായിട്ടും കടന്നു പോകുന്നത്. ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ബോറോയിലൂടെ ഇത് കടന്നു പോകുന്നത്. ഇനി ഈ കടന്നു പോകുന്നത് ഏതിൽ കൂടെയാണത്? ലണ്ടൻ എന്ന് പറയുന്ന ആ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനകത്താണ്. ലണ്ടൻ എന്ന് പറയുന്ന ആ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനകത്താണ് ഗ്രീൻവിച്ച് ഉള്ളത്. ഇനി ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ണ് കണ്ടോ, ഈ വണ്ണെന്ന് ഇട്ടേക്കുന്ന സ്ഥലം, ഇതാണ് സിറ്റി ഓഫ് ലണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു കൗണ്ടി. സിറ്റി ഓഫ് ലണ്ടൻ. ഇതിന് മൊത്തത്തിൽ നമുക്കൊരു ലണ്ടൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലണ്ടൻ കൗണ്ടി എന്ന് പറയാം. അതിനകത്ത് വീണ്ടും സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന മറ്റൊരു കൗണ്ടി ഉണ്ട്. ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഇതാണ്. ഇതിലൂടെ ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നില്ല. ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഭാഗത്തൂടെയാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നത്. എന്നാലും ഗ്രേറ്റർ ലണ്ടൻ എന്നറിയപ്പെടുന്ന, ഇനി അതിനകത്ത് പിന്നെ നമുക്ക് ഈ ചലഞ്ച് ചെയ്യുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ലണ്ടൻ എന്ന് പറയുന്നത് ഈ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതിലൂടെ ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നുണ്ട്. ഗ്രേറ്റർ ലണ്ടൻ, ഇതിനെയാണ് ഗ്രേറ്റർ ലണ്ടൻ എന്ന് വിളിക്കുന്നത്. ഈ സിറ്റി ഓഫ് ലണ്ടനും ബാക്കിയുള്ള ഈ 32 കൗണ്ടികൾ കൂടെ, ബോറോകൾ കൂടെ ചേരുന്നതാണ് ഗ്രേറ്റർ ലണ്ടൻ എന്നറിയപ്പെടുന്നത്. അതിലൂടെ ഗ്രീൻവിച്ച് മെറിഡിയൻ കടന്നു പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിനകത്ത് വന്നൊരു സംശയം. അപ്പൊ ചോദ്യം ഇട്ടാൽ ഒരിക്കലും ഗ്രീൻവിച്ച് തരുമ്പം ഇതും കൂടെ തരരുത്. അല്ലെങ്കിൽ ഈ ഒരു, ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലൂടെ ഒരു അക്ഷാംശ രേഖ കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. ഈ അക്ഷാംശ രേഖ കടന്നു പോകുന്നത് എവിടെ? ഇപ്പൊ ഒരു 10 വിചാരിക്കും. 10 ഡിഗ്രി അക്ഷാംശ രേഖ കടന്നു പോകുന്നത് ഇതിലേക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കരുനാഗപ്പള്ളിയും അതുപോലെ കൊല്ലവും തരാൻ പാടില്ല. ഒന്നെങ്കിൽ കരുനാഗപ്പള്ളി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലുള്ള സ്ഥലങ്ങൾ, കോട്ടയം, അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള സ്ഥലങ്ങൾ കൊടുക്കണം ഓപ്ഷനിൽ. അല്ലെങ്കിൽ കൊല്ലം ഓപ്ഷനിൽ തന്നിട്ട് കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം,
തൃശ്ശൂർ എന്ന ഓപ്ഷന് കൊടുക്കണം. ഇത് കൊടുക്കാതെ ഒരു വലിയ സിറ്റിക്ക് അകത്തുള്ള ഒരു സ്ഥലം തന്നിട്ട് കടന്നു പോകുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇനി PSC ഇതിനകത്ത് തിരുത്തു വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് ഈ ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ലണ്ടൻ എന്ന് പറയുന്ന കൗണ്ടിയിലെ ഒരു ബോറോ അല്ലെങ്കിൽ ഒരു ടൗൺ ആണെന്നും അതിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വേണമെങ്കിൽ വാദിക്കാം. ഇനി സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ് മറ്റൊരു കൗണ്ടി ഇവിടെ സെപ്പറേറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ വാദിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ധാരണ തന്നാണ്. ഇതിനകത്ത് ഈ ചോദ്യം ശരിയല്ല, തീർച്ചയായും സമ്മതിക്കുന്നു. ആ ചോദ്യം ശരിയല്ല. ഒരു പ്രൊവിൻഷ്യൽ കീഴില് ഏതാ കൊടുത്തേക്കുന്നത്, ഗ്രീൻവിച്ചാ കൊടുത്തേക്കുന്നത്. അത് ഫൈനൽ കീഴിൽ മാറുമല്ലോ നമുക്ക് നോക്കാം കേട്ടോ. എന്നാൽ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ ഒരു ധാരണ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താന്ന് വെച്ചാൽ PSC തീരുമാനിക്കട്ടെ. ഇനി നോക്കാം. ഗ്രീൻവിച്ച് മെറിഡിയൻ ഇപ്പൊ 2 തവണ ആവർത്തിച്ചത് കൊണ്ട് തന്നെ ഗ്രീൻവിച്ച് മെറിഡിയനെ പറ്റിയുള്ള ഒരു ചോദ്യം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. PSCയുടെ ഒരു ട്രെൻഡ്, മറ്റൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കാനാണ് അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻവിച്ച് മാത്രമാണ് പ്രത്യേക ആവർത്തി. നിങ്ങൾ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കണ്ടില്ലേ, 15 ചോദ്യങ്ങൾ കണ്ടതിനകത്ത് ഏത് ആവർത്തിച്ചേക്കുന്നത്? ഈ ഗ്രീൻവിച്ച് മാത്രമേ ആവർത്തിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആവർത്തിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഗ്രീൻവിച്ച് മെറിഡിയൻ പറഞ്ഞു തരുവാണ്. അത് നോക്കുക. ഗ്രീൻവിച്ച് മെറിഡിയൻ ഏകദേശം ഭൂമിയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ, അക്ഷാംശമല്ല രേഖാംശ രേഖ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ മധ്യം എന്നല്ല പറയേണ്ടത്, ഭൂമിയെ പകുതിയാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയാണ് ഏത്, ഗ്രീൻവിച്ച് മെറിഡിയൻ. അതിനപ്പുറത്തേക്കുള്ളത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, കിഴക്കൻ നമ്മുടെ ഭൂമിയുടെ ഭാഗം. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു. ഇത് കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്. യൂറോപ്പിൽ തന്നെ ഇവർ 3 പേര്. പിന്നെ ആഫ്രിക്കയിൽ അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ഘാന, ടോഗോ, പിന്നെ അന്റാർട്ടിക്കയുടെ ഭാഗത്തേക്ക് അത് പോകുന്നുണ്ട്. അന്റാർട്ടിക്കയുടെ കരഭാഗത്തേക്ക്, ആ ഒരു ഭാഗത്തേക്കൂടെ അത് പോകുന്നുണ്ട്. സമുദ്രങ്ങൾ നോക്കിക്കേ, ഏതാണ്? ആർട്ടിക് ഓഷൻ ഉണ്ട്. ഇവിടെ ആർട്ടിക് ഓഷൻ ഉണ്ട്. പിന്നെ ഇത് വരുന്നുണ്ട് അറ്റ്ലാന്റിക് ഓഷൻ വരുന്നുണ്ട്, അറ്റ്ലാന്റിക് ഓഷൻ. പിന്നെ ഇത് വരുന്നുണ്ട് സതേൺ ഓഷൻ, ദക്ഷിണ സമുദ്രം വരുന്നുണ്ട് കേട്ടോ, സതേൺ ഓഷൻ. ഇത്രയും ഭാഗത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. രാജ്യങ്ങളുടെ പേര് ഒന്നുകൂടെ ഓർത്തേക്കുക. UK ഉണ്ട്. UKയിൽ ലണ്ടൻ ആണ് കേട്ടോ. ലണ്ടൻ ഞാൻ എടുത്ത് പറയുന്നത്, ലണ്ടൻ ഒരു കൗണ്ടി, ഒരു സ്റ്റേറ്റ് ആണ്. അത് വലിയൊരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അതിനകത്ത് തന്നെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന മറ്റൊരു ജില്ലയുണ്ട്, ബോറോ ഉണ്ട്. ബോറോ നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ്സ് അല്ല, നമ്മുടെ സിറ്റിയുടെ സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല അവിടുത്തെ സിറ്റിയുടെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റുകളുടെ പേരുകളായിരിക്കത്തില്ല അവരുടെ അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റുകളുടെ പേരുകൾ. അപ്പൊ അതിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് നന്നായിട്ട് ഇത് വായിച്ചു. ഒരു വിക്കിപീഡിയയിൽ തിരഞ്ഞാൽ ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. ഗ്രേറ്റർ ലണ്ടൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേ വിക്കിപീഡിയയിൽ. അതിനകത്ത് ഗ്രീൻവിച്ച് മെറിഡിയനും ഗ്രേറ്റർ ലണ്ടനും നമ്മൾ ബന്ധം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത് കൗണ്ടികളായിട്ട് തിരിക്കുന്നുണ്ടെന്നും അത് ബോറായിട്ട് ജില്ലകളായിട്ട് പിന്നെയും തിരിക്കുന്നുണ്ടെന്നും ഒക്കെ കൃത്യമായിട്ട് പറയുന്നത്. അത് വായിച്ചു നോക്കുന്ന ഒരാളാ അങ്ങനത്തെ 2 ഓപ്ഷൻ ഒരു ചോദ്യത്തിൽ കൊടുക്കത്തില്ല കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന ഏരിയകൾ നമുക്ക് നോക്കാം. കാറ്റുകൾ ഇന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന് നമ്മുടെ ലൂവുമായി ബന്ധപ്പെട്ട ചോദ്യം, പിന്നെ ഹരിക്കെയിൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെ വന്നു. സമുദ്രജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം വന്നു. ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അഗുൽഹാസിനെ പറ്റി ചോദ്യം വന്നു. അതേപോലെ തന്നെ എൽനിനോ, അതും ഈ ഒരു സമുദ്രജല പ്രവാഹമായിട്ട് കണക്ട് ചെയ്യാം, കാലാവസ്ഥയായിട്ട് കണക്ട് ചെയ്യാം, സമുദ്രജല പ്രവാഹമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ചോദ്യം വരുന്നത്. അന്തരീക്ഷ പാളികൾ, അന്തരീക്ഷം, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 3 ചോദ്യം വന്നു. അതായത് അന്തരീക്ഷ പാളി, ഞാൻ ആ ചോദ്യങ്ങൾ എടുത്തത് ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഒരു ചോദ്യത്തിൽ 4 സ്റ്റേറ്റ്മെന്റ്, അത് ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് ഓരോ ചോദ്യമായിട്ട് കണക്കാക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങളെ പറ്റി ചോദിച്ചത് ഞാൻ അന്തരീക്ഷത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേഘങ്ങളെ പറ്റി ചോദിച്ചത് ഞാൻ അന്തരീക്ഷത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി ചോദിച്ചത് അന്തരീക്ഷത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുള്ളൂ, ഫോം ലൈൻ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഭൂപടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെ ചോദിക്കാത്തത് ചോദിക്കുന്ന ഒരു രീതിയാണല്ലോ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഇതുവരെ ഒരു ചോദ്യം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാം. ശിലകളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. വലിയൊരു പാഠമാണ്, പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അവിടുന്ന് ചോദ്യം വരാം. ശിലകളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടേ ഇല്ല. സോ നെക്സ്റ്റ് എക്സാമുകൾക്ക് ഭൂമിയുടെ ഘടനയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെ ചോദിച്ചത് ആവർത്തിക്കാതിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ചോദ്യം ഇടുന്നതെങ്കിൽ ഭൂമിയുടെ ഘടന എന്നൊക്കെ ഇനി ചോദ്യം വരാം. കാരണം ഇതുവരെ ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. പിന്നെ ഭൂപ്രകൃതി, പ്രത്യേകിച്ച് ഹിമാലയ ചുരങ്ങൾ. ഹിമാലയ ചുരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വന്നു. ഭൂപ്രകൃതി പ്രത്യേകിച്ച് ഹിമാലയം ചുരങ്ങൾ, ഭൂപ്രകൃതി പ്രത്യേകിച്ച് ഹിമാലയം ചുരങ്ങൾ, ഹിമാലയത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നു അല്ലെ. കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ചുരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. അങ്ങനെ ടോട്ടൽ 2 ചോദ്യം. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് 3 ചോദ്യം വന്നു. ഒന്ന് അലഹബാദ്, ദേവപ്രയാഗും, അതുപോലെ ദേവപ്രയാഗിൽ വെച്ച് 2 നദികൾ സംഗമിക്കുന്നത് അല്ലെ, ആ ഒരു ചോദ്യം വന്നു. അളകനന്ദയും ഭഗീരഥയും സംഗമിക്കുന്നത്. പിന്നെ സത്ലജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. പെനിൻസുലാർ ഇന്ത്യ, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി അല്ലേ, പിന്നെ ഏതായാലും ചോദ്യം വന്നത്. അങ്ങനെ ഹിമാലയ നദികളുമായി ബന്ധപ്പെട്ട് 3 ചോദ്യം ഉണ്ടായിരുന്നു. 3 ചോദ്യം നമ്മൾ കണ്ടു.
ഉപദ്വീപ് നദികളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ഒരു ചിനാബുമായി ബന്ധപ്പെട്ട ദുൽഹസ്തി, ചിനാബ്, 3 ചോദ്യം അവിടുന്ന്. ഉപദ്വീപ് നദികളുമായി ബന്ധപ്പെട്ട 4 ചോദ്യം വന്നു. അൽമാട്ടി, കൃഷ്ണയുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെ. പിന്നെ അവിടെ തന്നെ വേറെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നാഗാർജുന സാഗർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗോദാവരിയുടെ ചോദ്യം. അങ്ങനെ ഉപദ്വീപ് നദികളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. രേഖാംശങ്ങളുമായി ബന്ധപ്പെട്ട 2 ചോദ്യം, പ്രത്യേകിച്ച് ഗ്രീൻവിച്ച് രേഖാംശവുമായി ബന്ധപ്പെട്ട 2 ചോദ്യം ഉണ്ടായിരുന്നു. അത് ആവർത്തിച്ചു അല്ലെ, ഗ്രീൻവിച്ച് രേഖാംശം. പിന്നെ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് 1 ചോദ്യം ഉള്ളായിരുന്നു. ആ ഒരു ഭൗമ താപോർജ്ജ നിലയം അല്ലാത്തത് ഏതെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അല്ലെ. ഭൗമ താപോർജ്ജ നിലയങ്ങൾ, ആണവ നിലയങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ഗതാഗതവുമായി ബന്ധപ്പെട്ട 2 ചോദ്യം. അതിലൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ NW3 ആയിരുന്നു, ജലഗതാഗതമായിരുന്നു അല്ലെ. പിന്നെ ആ ഒരു ടണല്, കുതിരാൻ ടണല്, റോഡ് ടണല്, അങ്ങനെ 2 ചോദ്യം ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചോദിച്ചുള്ളൂ. ഇപ്പൊ ഇതാണ് ജോഗ്രഫിയുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. സുജയ് സാർ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ 3 പുസ്തകങ്ങൾ അല്ലെ 3 നമ്മുടെ നമ്മുടെ പരീക്ഷകൾ അനലൈസ് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ലിസ്റ്റാണിത്. ഇത് വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. നോക്കുക, നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല മാർഗങ്ങളുണ്ട്. എലിമിനേഷൻ ടെക്നിക്സ് ഉണ്ട്, നമുക്ക് ചില കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടെക്നിക്കുകൾ നമുക്ക് ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പരിശീലിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് പരിശീലിക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെ ഫലപ്രദമാക്കാമെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം നോക്കുക, നമ്മൾ നോക്കിക്കൊണ്ട് പോകേണ്ട NCERT പാഠങ്ങൾ. ഇതാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിലെ 11ാം ക്ലാസ്സിലെ +1 നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ, +1 സമഗ്രയിൽ +1 സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുസ്തകം ഇതാണ്. ആ പുസ്തകത്തിലെ പാഠങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു പുസ്തകം ഇതാണ്. ആ പുസ്തകത്തിന്റെ പേര് ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ട പാഠങ്ങൾ ഞാനൊന്ന് ആഡ് ചെയ്യാം. ഭൂമിയുടെ ഉള്ളറ നിങ്ങൾ നോക്കിക്കൊള്ളുക, കാരണം ഇനി അത് ചിലപ്പോൾ ചോദിക്കാം, കാരണം ഇതുവരെ ചോദിക്കാതിരുന്നത് കൊണ്ട്. ഭൂമിയുടെ ഉള്ളറ. പിന്നെ ഏതാ നിങ്ങൾ നോക്കണ്ടേ? ഭൂമിയുടെ ഉള്ളറ. പിന്നെ ധാതുക്കളും ശിലകളും ഒന്ന് നോക്കിക്കോ, കാരണം അവിടെ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. അത് നോക്കിയിട്ട് പോവുക. പിന്നെ അന്തരീക്ഷ സംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും, കാറ്റുകൾ, അവിടെ നിന്ന് 2 ചോദ്യം വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പാഠം നിങ്ങൾ നോക്കിയിട്ട് പോകണം, 10ാമത്തെ പാഠം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഏത് പാഠമാണ്? സമുദ്രജല ചലനങ്ങൾ. ഇത് 2, ഇത്രയും പാഠങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പോകണം, കാരണം ഇവിടുന്ന് നല്ലപോലെ ചോദ്യങ്ങൾ വന്നു. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് ഏതാണ്? ഇന്ത്യയുടെ ഈ ഒരു ഭൂപ്രകൃതിയുടെ ഇതുണ്ടോ, 2ാമത്തെ പാഠം, ഇന്ത്യയുടെ ഭൂപ്രകൃതി. കാരണം ഹിമാലയവുമായി ബന്ധപ്പെട്ടൊക്കെ 2 ചോദ്യം വന്നതാണ്. പക്ഷെ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് ചോദിച്ചിട്ടില്ല. കാഞ്ചൻജംഗയൊക്കെ നമ്മൾ നോർമൽ NCERT കണ്ടന്റ് ആണ്. അപ്പൊ ഇത് നോക്കിയിട്ട് പോവുക. പിന്നെ ഏതാണ് നോക്കേണ്ടത്? നദികൾ, നീരൊഴുക്ക് വ്യൂഹം നോക്കുക, കാലാവസ്ഥ നോക്കുക കേട്ടോ. നീരൊഴുക്ക് വ്യൂഹം, കാലാവസ്ഥ, ഇത്രയും പാഠങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, വരാൻ പോകുന്ന LDC എക്സാമിനുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ കിട്ടും. അഥവാ NCERT ഒരു പോയി കഴിഞ്ഞാൽ ഇത് എക്കണോമിക്സിലും എക്കണോമിക്സിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ അവര് ഹിസ്റ്ററിയിലും ഒക്കെ ഹയർ സെക്കൻഡറി ബുക്കിൽ നിന്ന് ചോദിച്ചതുപോലെ അവര് ജോഗ്രഫിക്ക് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ജോഗ്രഫി എങ്ങനെ ഉണ്ടായിരുന്നു? GK നിങ്ങൾക്ക് ജോഗ്രഫി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിപ്പോൾ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ജോഗ്രഫി എങ്ങനെ ഉണ്ടായിരുന്നു? 5 എണ്ണത്തിൽ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾക്ക് മിനിമം ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തതിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ലേ? പ്രയോജനം ഉണ്ടാവുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം കേട്ടോ. കാരണം ഞാൻ എടുക്കുന്ന ഓരോ ടോപ്പിക്കും ഞാൻ NCERT മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. കാരണം ബെൻഗോല പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം ഒക്കെ വന്ന സമയത്ത് എനിക്ക് പിള്ളേർ കമന്റ് ചെയ്ത് സാറിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റി. എൽനിനോ സാറിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് തെക്കേ അമേരിക്ക ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് പിള്ളേർ കമന്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റുന്നുണ്ട്. പിന്നെയും ഈ ഹയർ സെക്കൻഡറി ലെവലിലേക്കൊക്കെ ഉയരാനുള്ള മനസ്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇപ്പോഴും. അങ്ങനെയുള്ളവർക്ക് പരീക്ഷ ബുദ്ധിമുട്ടുണ്ടായി കാണാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും അത് പഠിക്കാനായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ വായിക്കേണ്ടത്, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിരുന്നത്, ഏതൊക്കെ പാഠങ്ങൾ വായിക്കണം, എന്തൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഇനി അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. NCERT സീരീസ് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. പറ്റുന്നൊക്കെ ചെയ്യുന്നില്ലേ? നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഒരു കോർപ്പറേഷൻ മനോഭാവം കൂടെ കാണിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം കാറും കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, മേഘങ്ങളെ പറ്റി, മഴയെ പറ്റി, യൂട്യൂബിൽ. അതൊന്ന് പോയി കാണുക. നിംബസ് മേഘങ്ങളെ പറ്റിയുള്ള ജോഡി കണ്ടെത്തുക, ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇവിടെ അത്യാവശ്യം എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? കാരണം ഈ നിംബസ് എന്ന വാക്ക് വേറെ ഒന്നും നിങ്ങൾ പഠിക്കണം. ഈ നിംബസ് എന്ന് പറയുന്ന വാക്കിനെ പറ്റി ധാരണയുള്ളവർക്ക് ഇതിന് ആൻസർ ഇത് സ്കിപ്പ് ചെയ്ത് പോകാതെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നിംബസ് എന്ന് പറഞ്ഞാൽ മഴമേഘങ്ങൾ, ഇടിമേഘങ്ങൾ എന്നാ, അല്ല ഇരുണ്ട മേഘങ്ങൾ എന്നാ. അതാണ് നമ്മുടെ കീവേഡ്. നമുക്കൊരു കീവേഡ് ചോദ്യത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടും. ഇതാണ് നമ്മുടെ കീവേഡ്. അപ്പൊ ആ കീവേഡിനകത്ത്, ആ കീവേഡുമായി ബന്ധപ്പെട്ട ഇരുണ്ട, നിംബസ് അല്ലെങ്കിൽ ഇരുണ്ട
മഴമേഘങ്ങൾ, അതാണ് നമ്മുടെ കീവേഡ്. അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഇവിടെ ഇരുണ്ട മേഘങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇരുണ്ട മേഘങ്ങൾ. പിന്നെ വേറെ ഏതാണ്? അത് മാത്രമായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഒന്ന് മാത്രം ശരി എന്നുള്ളോ ഇല്ല. അപ്പൊ വേറെ ഇരുണ്ട നിറത്തിലുള്ള മേഘങ്ങൾ നോക്കിക്കുന്നു. പിന്നെ നാലാമത്തെയാണ് ഇരുണ്ട നിറത്തിലുള്ള മേഘങ്ങൾ. അതായത് 1ഉം 4ഉം ഇരുണ്ട നിറത്തിൽ എന്ന് കാണപ്പെടുന്നു. 1ഉം 4ഉം കേട്ടോ. അതെ, 1 മാത്രമായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, 4 മാത്രമായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, 1ഉം 4ഉം എന്നുള്ളതാണ്. അതെ, നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഒരു കീവേഡ് നമുക്ക് കിട്ടി. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. IT സീസണിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? അപ്പൊ IT സീസൺ ആണ് ഇവിടുത്തെ കീവേഡ്. ഇവിടുത്തെ കീവേഡ് എന്താണ്? IT സീസൺ. IT സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് ഇംഗ്ലീഷ് പറയും, മലയാളത്തിൽ പറയും അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. അതിനകത്തൊരു കീവേഡ് കിടപ്പുണ്ട്, ഉഷ്ണമേഖല. IT സീസണിനകത്തൊരു കീവേഡ് കിടപ്പുണ്ട്, ഉഷ്ണമേഖല. ട്രോപ്പിക്സ്, അന്തർ ഉഷ്ണമേഖല സംക്രമണം. മറ്റൊരു കീവേഡാണ് ഈ ചോദ്യത്തിനകത്തുള്ള മറ്റൊരു കീവേഡാണ് സംക്രമണം. സംക്രമണം എന്ന് വെച്ചാൽ കൂടിച്ചേരുക എന്നാണ്, കൂടിച്ചേരുക. അപ്പൊ ഇതാണ് ഇതിനകത്തെ കീവേഡ്സ് ഈ ചോദ്യത്തിനകത്തെ. ഈ കീവേഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ദേ, ഉപോഷ്ണ മേഖലയിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന മേഖല, ഇവിടെ കൂടിച്ചേരുന്ന കിടപ്പുണ്ട്. ഇനി ഉഷ്ണം, ഉപോഷ്ണം കിടപ്പുണ്ട്. ഉപോഷ്ണ മേഖലയിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന മേഖല. സോ നമുക്കിത് ശരിയായത് ഏതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ഇവിടെ കിട്ടി. ബാക്കിയൊക്കെ നമുക്ക് തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ധ്രുവപ്രദേശത്ത് നിന്ന്, ധ്രുവം എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കത് തെറ്റിടാം. കാരണം ഇത് ഉഷ്ണമേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖലയുമായി ബന്ധപ്പെട്ട കാറ്റുകളെ പറ്റിയുള്ള ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കിയ സി, ഉപദ്രവീയ മേഖലയിൽ നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക്, അത് നമുക്ക് തെറ്റിടാം, കാരണം അവിടെയും ധ്രുവം വരുന്നുണ്ട്. പിന്നെ ഏതാണ് അടുത്തത്? ഭൂമധ്യരേഖയോട്. ഭൂമധ്യരേഖ എന്ന് വെച്ചാൽ ഉഷ്ണമേഖലാ പ്രദേശമാണല്ലോ. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഖല. ശരിയാണ് അല്ലെ? ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഖല. ശരിയായത് കണ്ടെത്തിയില്ലേ? ഏതൊക്കെയാണ്? എയും ഡിയും ഓപ്ഷനിൽ കാണും, ഓപ്ഷനിൽ കാണും. ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഓപ്ഷനിൽ കാണും എയും ഡിയും കേട്ടോ, അല്ലെങ്കിൽ 1ഉം 4ഉം. ഇവിടെ എക്കും ബിക്കും സിക്കും ഡിക്കും വരെ 1, 2, 3, 4 കൊടുക്കും. അപ്പൊ 1ഉം 4ഉം ശരി എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇവിടുത്തെ കീവേഡ്സ് വെച്ചുകൊണ്ട്, അവിടെ ഉഷ്ണമേഖല വെച്ചുകൊണ്ട് അതിന്റെ ഈ കീവേഡ് വെച്ചുകൊണ്ട് ഇത് നമ്മൾ ശരിയാക്കി. ഭൂമധ്യരേഖയുടെ അടുത്താണ് ഉഷ്ണമേഖല അല്ലെ? എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് മുകളിലും താഴെയുമായിട്ട് 30 ഡിഗ്രി അക്ഷാംശങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവരെയാണ് നമ്മൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്ത് വരുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ITCZ, അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല, അത് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ITCZ ഭൂമധ്യരേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ മേഖലയിൽ നിന്ന്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അവിടെ നിന്ന് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കൂടിച്ചേരുന്ന കാറ്റുകളാണ് ഏത്? വാണിജ്യവാദങ്ങൾ. കൂടിച്ചേരുന്ന സ്ഥലമാണ് ITCZ. ഇനി PSC മറ്റൊരു പണി തരും നമുക്കിട്ട്. നമുക്ക് ഈ എലിമിനേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു പരിപാടി, മറ്റൊരു പ്രശ്നം. അതായത് ഒരു ചോദ്യം തന്നിട്ട് അവിടെ നമുക്ക് കീവേഡൊന്നും ഇല്ല. താഴെ പറയുന്നവയിൽ ശരിയായ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? ആകെപ്പാടെ ഒരു കീവേഡ് തെറ്റായ മാത്രമാണ്. എന്നിട്ട് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക, 4 സ്ഥലത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്. നേരത്തെ മേഘങ്ങളെ പറ്റിയുള്ള ചോദ്യം 4 സ്റ്റേറ്റ്മെന്റ് മേഘങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട ITCZ-നുമായി ബന്ധപ്പെട്ട ചോദ്യം 4 സ്റ്റേറ്റ്മെന്റും കാറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇത് 4 തന്നേക്കുന്നത്. അതായത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇതേപോലെ നല്ല ബുദ്ധിമുട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് 4 ഏരിയയിൽ നിന്ന് തരുന്നെങ്കിൽ കീവേഡ് ഇല്ല, നമുക്ക് ഓർക്കാനുള്ള കോഡ്സ് ഇല്ല, ഒന്നുമില്ല. എങ്ങനെ ആൻസർ ചെയ്യും? ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടും. നമുക്ക് എലിമിനേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ വരും അല്ലെ? പിന്നെ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതമാണ് മറ്റൊരു മേഖല എന്നൊരു ചോദ്യം. ഗ്രാനൈറ്റ്, ശിലകളിൽ നിന്ന്. അടുത്തത് ഗ്രാനൈറ്റ്, ശിലകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. അടുത്ത നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. 4 തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ PSC മാനത്ത് കാണുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഈ കൊണ്ടുവരുന്ന പുതിയ പരിപാടി. അതായത് പല മേഖലകൾ മിക്സ് ചെയ്ത് ചോദ്യങ്ങളാക്കും. അവിടെ നമുക്ക് എലിമിനേഷനോ അല്ലെങ്കിൽ നമുക്ക് ഡിലീഷനോ ഒന്നും നമുക്ക് നടക്കത്തില്ല. മനസ്സിലായി? ഇവിടെ നമുക്ക് ടോപ്പിക്കിനെ പറ്റി കുറച്ചെങ്കിലും ധാരണ, ഓരോ വ്യത്യസ്തമായ 4 ടോപ്പിക്കിനെ പറ്റി ധാരണ ഉണ്ടാവണം. മനസ്സിലായി? എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതൃക കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പരിപാടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ അതും നടക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ. ഗ്രീനിച്ച് വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ചോദ്യം അവിടെ നിന്നത്. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര? 5.5 മണിക്കൂർ പുറകോട്ട് നോക്കണം.
അതെ, എവിടത്തെയാണ്? ഇന്ത്യയുടെ സമയമാണ് 6 തന്നേക്കുന്നത്. അപ്പൊ ഗ്രീനിച്ചിന്റെ സമയം എത്രയായിരിക്കും? 5.5 മണിക്കൂർ പുറകോട്ട്. ആൻസർ എത്രയാണ്? ഉച്ചയ്ക്ക് 12:30. ആൻസർ ഉച്ചയ്ക്ക് 12:30. അടുത്ത ചോദ്യം, നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇന്റർ ട്രോപ്പിക്കൽ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണേ ഉള്ളൂ. നിർവാത മേഖല എന്ന് പറഞ്ഞാൽ ഡോൾഡ്രംസ്. ഈ ചോദ്യം അത്ര ക്ലിയർ അല്ല. ഇത് കഴിഞ്ഞ വർഷത്തെ HSK ചോദിച്ച ചോദ്യമാണ്. ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നതാണ്. നിർവാത മേഖല എന്ന് വെച്ചാൽ ഡോൾഡ്രംസ് എന്നാണ്. നിർവാത മേഖലയുടെ മറ്റൊരു പേരല്ല ഡോൾഡ്രംസ്. നിർവാത മേഖലയ്ക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത്, ഈ പറഞ്ഞ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അതായത് ഇതുണ്ടോ, നിർവാത മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് 5 ഡിഗ്രിയും താഴേക്ക് തെക്ക് വശത്തേക്ക് 5 ഡിഗ്രി വരെയുള്ള ഇത്രയും സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം. ഇതിനുള്ളിലേക്കാണ് 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് വരുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്നത് ഈ ഡോൾഡ്രംസിനുള്ളിലാണ്. അതായത് ITCZ സ്ഥിതി ചെയ്യുന്നത് ഡോൾഡ്രംസിനുള്ളിലാണ്. അല്ലെങ്കിൽ നിർവാത മേഖലയോട് അടുത്ത് കാണപ്പെടുന്ന മേഖല എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ നമുക്ക് ഉത്തരം കൊടുക്കാം. അല്ലെങ്കിൽ നിർവാത മേഖലയുടെ മറ്റൊരു പേര് എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല. തൽക്കാലം നമുക്ക് ഈ ഓപ്ഷനകത്ത് ഇത് മാത്രം ഉള്ളത് കൊണ്ട് അങ്ങനെ ആൻസർ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കാറ്റുകളിൽ നിന്നൊരു ചോദ്യം. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലേക്ക് വീശുന്ന മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ഉഷ്ണവാതമാണ് ചിനൂക്ക്. ശരി. യൂറോപ്പിൽ അനുഭവപ്പെടുന്ന അതിശൈത്യ പ്രാദേശിക വാദമാണ് മിസ്ട്രൽ. അതിശൈത്യം യൂറോപ്പിൽ. ശരി. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് ഹർമട്ടൺ. ശരി. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വീശുന്ന കാറ്റാണ് ഹർമട്ടൺ. ശരി. അപ്പൊ അടുത്ത് തെറ്റായിരിക്കുമല്ലോ, നോക്കാം. ഗോതമ്പ് കൃഷിക്ക് സഹായകരമായ യൂറോപ്പിൽ അനുഭവപ്പെടുന്ന കാറ്റാണ് മിസ്ട്രൽ. തെറ്റ് അല്ലെ? മിസ്ട്രല് ഒരു അതിശൈത്യവാദമാണ്. ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന ചിനൂക്കാണ് അമേരിക്കയില്. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നത് ഫൊന്നാണ് യൂറോപ്പില്. ഇത് ശൈത്യക്കാറ്റാണ്. സസ്യജാലങ്ങൾക്ക് ഇത് ദോഷമാണ് ഈ കാറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ശൈത്യക്കാറ്റ്. അടുത്ത ചോദ്യം, ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് ആണ്, നോക്കിക്കോണേ. ഇതാണ് ഹർമട്ടൺ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹർമട്ടൺ കേട്ടോ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഗിനിയ തീരത്തേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹർമട്ടൺ. ഡോക്ടർ എന്ന വിശേഷണമുണ്ട് ഇതിന് അല്ലെ. ഇത് മിസ്ട്രൽ ആണ്. നമ്മൾ പറഞ്ഞ മിസ്ട്രൽ യൂറോപ്പിന്റെ വടക്കുന്ന് ആൽപ്സിന്റെ തെക്ക് വശത്തേക്ക് വീശുന്ന അതിശൈത്യവാദമാണ് മിസ്ട്രൽ. നേരെ അങ്ങോട്ട് പോകുന്നത് ആൽപ്സിന്റെ വടക്കോട്ട് വീശുന്നത് ഫൊന്നാണ്. അതാണ് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ഫൊന്ന് കേട്ടോ, ഫൊന്ന്. ഇനി താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏത്? കാലാവസ്ഥയിൽ നിന്നൊരു ചോദ്യം, അന്തരീക്ഷത്തിൽ നിന്നൊരു ചോദ്യം. ഇവിടുന്ന് 3 ചോദ്യം വന്നതല്ലേ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ശരിയാണോ? ശരിയാണ്. ട്രോപ്പോസ്ഫിയറിലാണ് എല്ലാത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങളും കാണപ്പെടുന്നത്. മഴ, കാറ്റ്, മഞ്ഞ്, ഇടിമിന്നൽ എല്ലാം ട്രോപ്പോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ ശരിയാണ്. അയണോസ്ഫിയറിലാണ് നമ്മുടെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. കാരണം അവിടെ അയോണുകളുണ്ട്. അയോണുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ കടത്തിവിടാറുണ്ട്. അതുകൊണ്ട് വിക്ഷേപിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ അറോറ. തെറ്റ്. സ്ട്രാറ്റോസ്ഫിയറിൽ അറോറ അല്ല. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ കാണപ്പെടുന്നത്? ഓസോൺ ആണ് കാണപ്പെടുന്നത്. അറോറ എന്ന് പറഞ്ഞാൽ ധ്രുവ ദീപ്തി എന്നറിയപ്പെടുന്നു. അത് നമ്മുടെ അയണോസ്ഫിയർ തന്നെയാണ് അറോറയുള്ളത്. അല്ലെങ്കിൽ തെർമോസ്ഫിയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണല്ലോ. അപ്പൊ അറോറ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? അയണോസ്ഫിയറിലാണ് കേട്ടോ. ഇനി മീസോസ്ഫിയർ ഓസോൺ പാളി. തെറ്റ്. ഓസോൺ പാളി ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ നോക്കണം. ഏതാണ് 1ഉം 2ഉം ശരി അല്ലെ? 1ഉം 2ഉം ശരി. ഇനി നമുക്ക് മേഘങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നതുകൊണ്ട് ഇനി അത് ആവർത്തിക്കണമെന്നില്ല. പക്ഷെ മേഘങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നത് മഴയാണ്. മഴയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കിക്കേ. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകൾ, സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങൾ പോലെയുള്ള ഉയർന്ന ഭൂവിഭാഗങ്ങൾ വരുമ്പോൾ, വലിയൊരു ചോദ്യമാണ്. കാറ്റ് മുകളിലേക്ക് ഉയരുക, ആ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ആ മഴ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ശൈലവൃഷ്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേഘങ്ങളെടുത്ത കൂട്ടത്തിൽ ഞാൻ മഴയും എടുത്തിട്ടുണ്ട്. കാറും കോളും എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ക്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ട് മഴയും. അപ്പോൾ ഒരു കാറ്റ്, ഈർപ്പവുമായിട്ട് വരുന്ന കാറ്റിന്റെ സഞ്ചാര പഥത്തിന് തടസ്സമായിട്ട് ഒരു പർവ്വതം നിന്നാൽ, ഈർപ്പം നിറഞ്ഞ ഒരു കാറ്റിന്റെ സഞ്ചാര പഥത്തിന് തടസ്സമായിട്ട് ഒരു പർവ്വതം നിന്നാൽ കാറ്റ് മുകളിലേക്ക് ഉയരുകയും കാറ്റിനകത്തുള്ള നീരാവി തണുത്ത് മേഘമായി മാറുകയും മഴ പെയ്യുകയും ചെയ്യും കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശൈലവൃഷ്ടി. തൊട്ടപ്പുറമുള്ളവർക്ക് മഴ ലഭിക്കത്തില്ല, ഇവിടെയുള്ളവർക്ക് അല്ലെ. അത് മഴ നിഴൽ പ്രദേശങ്ങളായിരിക്കും. സംവഹന മഴ എന്താണ്? പ്രധാനമായും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖലയിൽ ലഭിക്കുന്ന മഴയാണ് സംവഹന മഴ. ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയർന്ന് ആ വായുവിനകത്തുള്ള നീരാവി തണുത്ത് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന മഴയെ വിളിക്കുന്ന പേരാണ് സംവഹന മഴ. എന്നാണ് ചക്രവാത വൃഷ്ടി. വലിയൊരു ന്യൂനമർദ്ദം ഉണ്ടാവുന്നു,
അതൊരു ചുഴലിക്കാറ്റായി മാറുന്നു. അതിനോടനുബന്ധിച്ച് ലഭിക്കുന്ന മഴയുടെ പേരാണ് ചക്രവാത വൃഷ്ടി. എന്താണ് തീരദേശ വൃഷ്ടി? കരയിൽ നിന്നുള്ള വായു കടലിൽ നിന്നുള്ള വായു കൂട്ടിയിടിക്കുമ്പോൾ അതിനകത്ത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരും. ആ ചൂട് പിടിച്ച വായുവിനകത്തുള്ള നീരാവി തണുത്ത് തീരദേശങ്ങളിൽ മഴ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് തീരദേശ മഴ. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ. ഏതാണ് ആൻസർ? ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ. പറഞ്ഞു ഏതാണ്? ഗ്രാനൈറ്റ് അല്ല അല്ലെ, ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. കൽക്കരിയാണോ? യെസ്, കൽക്കരിയാണ് ആൻസർ അല്ലെ. കൽക്കരി ഒരു അവസാദ ശിലയാണ്. ബാക്കി ബസാൾട്ടോ അതും ആഗ്നേയശിലയാണ്. ഗാബ്രോയോ? ഗാബ്രോയും ഒരു ആഗ്നേയശിലയാണ്. സോ only 2 എന്നുള്ളത് ഓപ്ഷൻ ബി കേട്ടോ. only 2 ഓപ്ഷൻ ബി only 2 ഒരു അവസാദ ശില കൽക്കരി. കൽക്കരി ഉണ്ട്, പിന്നെന്തുണ്ട്? ചുണ്ണാമ്പ് കല്ലുണ്ട്. അവസാദ ശിലകളാണ്. കൽക്കരി ഉണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, ഡോളമൈറ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്? നമ്മുടെ വേറെ ഏത് വരും? കൽക്കരി, ചുണ്ണാമ്പ്, മണൽക്കല്ല്, പിന്നെന്ത് വരും? കളിമണ്ണ്, മഡ് സ്റ്റോണ്, ഷെയില്. ഇതെല്ലാം എന്താണ്? അവസാദ ശിലയാണ്. ആഗ്നേയശില ഏതാണ്? ഗ്രാനൈറ്റ്, പിന്നെന്ത് വരും? ബസാൾട്ട്, ഗാബ്രോ, ഡൈക്ക്, ബാത്തോൽ. ഇതെല്ലാം അവസാദ ശിലകൾ അല്ലെങ്കിൽ ശിലാരൂപങ്ങളാണ്. ഇനി നമ്മുടെ കായാന്തരിത ശിലകളോ? കായാന്തരിത ശിലകള് മാർബിള് അല്ലെ, മാർബിള് വരും. പിന്നെന്ത് വരും? ഷിസ്റ്റ് വരും. ഷിസ്റ്റ്, പിന്നെന്ത് വരും? സ്ലേറ്റ് വരും അല്ലെ. മാർബിള്, ഷിസ്റ്റ്, അതേപോലെ തന്നെ സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, ഇതെല്ലാം എന്താണ്? ഇനി ക്വാർട്സൈറ്റ് അല്ലെ. ഇതെല്ലാം എന്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം? ഈ പറഞ്ഞ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമായിട്ട് പറയാം. കായാന്തരിത ശിലകൾ. ക്ലിയർ? ഇനി ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. അതിൽ ശരിയായ പ്രസ്താവന ഏത്? ഞാൻ പറഞ്ഞു ഭൂവൽക്കം ഒന്നും ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട്, ഭൂമിയുടെ ഘടന ഒന്നും ഇതുവരെ ചോദിക്കാത്തതുകൊണ്ട് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ശരിയാണോ? ഭൂഖണ്ഡങ്ങളുടെ ഭാഗത്തെ സിലിക്കണും അലുമിനായും കൂടെ ചേരുന്ന ഭാഗത്തെ സിയാൽ എന്നും സിലിക്കയും മഗ്നീഷ്യം കൂടെ ചേരുന്ന ഭാഗത്തെ സിമ എന്നും വിളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ്. ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. തെറ്റാണ്. ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്നത് മൊഹോറോ വിസിക് വിച്ഛിന്നതയാണ്. മൊഹോറോ വിസിക്. അപ്പൊ ഇതേതാണ് ഗുട്ടൻബർഗ്. മാന്റിലും കാമ്പും വേർതിരിക്കുന്ന അതിർത്തിയാണ്. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും പുറക്കാമ്പും അല്ല, ഭൂവൽക്കവും ഉപരിമാന്റിലും ചേരുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും ഉപരിമാന്റിലും കൂടെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. ഇനി മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മാന്റിലിന്റെ ദുർബലമായ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെയാണ് എന്ത്? അസ്തനോസ്ഫിയർ ഉള്ളത്. അപ്പൊ മാന്റിലിന്റെ ദുർബലമായ ഏറ്റവും മുകൾ ഭാഗം എന്ന് കൊടുത്താൽ എന്ത് വരും? മാന്റിലിന്റെ ഏറ്റവും മുകൾ ഭാഗം ഉപരിമാന്റിലാണ്. മുകൾ ഭാഗം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉപരിമാന്റിൽ വളരെ വീതി കുറഞ്ഞ അല്ലെങ്കിൽ ഡെപ്ത് കുറഞ്ഞ ഭാഗമാണ് ഉപരിമാന്റിൽ. വളരെ കുറവാണ്. മാന്റിലിനെ സംബന്ധിക്കുമ്പോൾ ഒരു 1% പോലും ഇല്ല ഉപരിമാന്റിൽ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്? അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പൊ ദുർബലമായ ഭാഗമാണ്. അസ്തനം എന്ന വാക്കിന്റെ അർത്ഥം ദുർബലം എന്നാണ്. അവിടെയാണ് മാഗ്മ കാണപ്പെടുന്നത്. അസ്തനം എന്ന വാക്കിന്റെ അർത്ഥം ദുർബലം എന്നാണ് അവിടെയാണ് മാഗ്മ കാണപ്പെടുന്നത്. ഏറ്റവും മുകൾ ഭാഗം എന്ന് കൊടുത്താൽ തെറ്റാണ് ഈ ഒരു പ്രസ്താവന. മുകൾ ഭാഗം എന്ന് കൊടുത്താൽ അതിനകത്ത് കുഴപ്പമില്ല. ഇനി 1 ശരിയാണ് അല്ലെ. 1 ശരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഓപ്ഷൻ ഇല്ല വേറെ. അപ്പൊ 1ഉം 4ഉം എന്നുള്ളത് നമുക്ക് കിട്ടും. 1ഉം 4ഉം. അപ്പൊ നോക്ക്, ഇത് കണ്ടോ, ഇത് മാൻഡിലാണെങ്കിൽ ഇത് ഇത്രയും ഭൂമിയുടെ ഘടന എടുക്കുമ്പോ, ഭൂമിയുടെ ഘടന നോക്കുമ്പോ വേറെ വരച്ച് കാണിക്കാം. നോക്കിക്കോണം. ഇപ്പൊ ഒരു പടമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും മുകൾ ഭാഗം നിങ്ങൾ നോക്കിക്കേ, അതാണ് ഭൂവൽക്കം. ഏറ്റവും മുകൾ ഭാഗമാണല്ലോ ഭൂവൽക്കം. എന്നിട്ട് ഇതാണ് വൻകര ഭൂവൽക്കം. ഈ ഭാഗം എന്നിട്ട് ഇതാണ് വൻകര ഭൂവൽക്കം. ആ ഒരു ഹാർഡ് ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന, കട്ടിയുള്ള ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് എന്ത്? വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന അടുത്ത മറ്റൊരു ബ്രൗൺ, ഇത് ലൈറ്റ് ബ്രൗൺ, ഇത് ഹാർഡ് ബ്രൗൺ ആണല്ലോ, താഴെയുള്ളല്ലേ കട്ടിയുള്ള ബ്രൗൺ, അതാണ് സമുദ്ര ഭൂവൽക്കം അല്ലെ. സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള ഈ ഓറഞ്ച് കളർ പോർഷൻ കണ്ടോ? ഇതിന്റെ ഈ ഓറഞ്ച് കളർ പോർഷൻ അതാണ് ഉപരിമാൻഡിൽ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഉപരിമാൻഡിൽ. മാൻഡിൽ ഇവിടുന്ന് തുടങ്ങുക, മാൻഡിൽ ഇവിടുന്ന് തുടങ്ങി തന്നെ ഇവിടം വരെ ഉണ്ട് മാൻഡിൽ. ഇത്രയുണ്ട് മാൻഡിൽ. ആ മാൻഡിലിൽ ഇത്രയും ഭാഗം മാത്രമേ എന്തുള്ളൂ? ഉപരിമാൻഡിലുള്ളൂ. കണ്ടോ, ഉപരിമാൻഡിൽ. ഉപരിമാൻഡിൽ തൊട്ട് താഴോട്ട് എന്തുണ്ട്? ഉപരിമാൻഡിൽ ഈ ഒരു ഭൂവൽക്കം കൂടെ ചേരുന്ന ഇത്രയും സ്ഥലമാണല്ലോ. ഭൂവൽക്കം തൊട്ട് ഉപരിമാൻഡിൽ വരെ ഇത്ര സ്ഥലമാണ് ലിത്തോസ്ഫിയർ. അപ്പൊ അതിന് താഴോട്ട് എന്തുണ്ട്? അസ്തനോസ്ഫിയർ ഉണ്ട്. എന്തുണ്ട്? അസ്തനോസ്ഫിയർ. കേട്ടോ. ഇനി പുറക്കാമ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ കാമ്പ്, പുറക്കാമ്പ് അകക്കാമ്പും ഉണ്ട്. ഈ പുറക്കാമ്പ്
ഏത് അവസ്ഥയിലാണ്? നമ്മുടെ ദ്രവാവസ്ഥയാണ്. ദ്രവാവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ, ദ്രവാവസ്ഥ കേട്ടോ, ദ്രവാവസ്ഥ. അകക്കാമ്പ് ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ് അല്ലെ, ഖരാവസ്ഥ. കാമ്പിനെ എന്ത് വിളിക്കുന്നുണ്ട്? കാമ്പിനെ നിഫെ അല്ലെ, NIFE കേട്ടോ, നിഫെ കേട്ടോ, NIFE, നിഫെ എന്ന് വിളിക്കുന്നു കാമ്പിനെ, പ്രത്യേകിച്ച് അകക്കാമ്പിനെ കേട്ടോ, പ്രത്യേകിച്ച് അകക്കാമ്പിനെ. മറന്നുപോയത്, ഈ കാര്യങ്ങളൊന്നും മറന്നുപോകരുത്. ക്ലിയർ? ഇനി തെറ്റായ ചേരുപടി കണ്ടെത്തുക. കുറോഷ്യ പ്രവാഹം പസഫിക്, ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക്, അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം, ഹംബോൾട്ട് പ്രവാഹം അറ്റ്ലാന്റിക്. ഏതാണ് തെറ്റ്? മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹംബോൾട്ട് പ്രവാഹം അറ്റ്ലാന്റിക്. ബാക്കിയെല്ലാം ശരിയാണ്. കുറോഷ്യ പ്രവാഹം പസഫിക്, ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക്, അഗുൽഹാസ് പ്രവാഹം ഇത് ചോദിച്ചാണ്, ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഹംബോൾട്ട് പ്രവാഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ എല്ലിനോ എന്ന കാര്യവും പഠിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നോക്കി, എന്താണ് എല്ലിനോ? നോർമൽ ഇയറും എല്ലിനോ ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന പെട്ടെന്ന് പറഞ്ഞുതരാം. നോക്കുക, നോർമൽ ഇയറിൽ തെക്കേ അമേരിക്ക നിങ്ങൾക്ക് കാണാമല്ലോ, തെക്കേ അമേരിക്കയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ ഒരു പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. അതിന്റെ പേരെന്താണ്? പെറു പ്രവാഹം അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം എന്നാണ് പറയുന്നത്, ഹംബോൾട്ട് പ്രവാഹം. ഈ നോർമൽ ഇയേഴ്സിൽ ഇക്വട്ടോറിയൽ വിൻഡ് അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന കാറ്റ് വളരെ ശക്തമാണ്. ആ കാറ്റുകൾ എന്തുകൊണ്ടുവരും? ഭൂമധ്യരേഖയിലുള്ള ചൂട് കാറ്റിനെ ഇങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുവരും, കിഴക്ക് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. പസഫിക്കിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. പസഫിക്കിലെ കിഴക്ക് നിന്ന് ഇതിനെ പടിഞ്ഞാറോട്ട് കൊണ്ടുവരും. പസഫിക് എന്ന് പറയുന്ന സമുദ്രമാണല്ലോ ഈ കാണുന്നത്. അതിന്റെ കിഴക്ക് ഭാഗത്തുനിന്ന് ഈസ്റ്റ്, നമ്മുടെ വലത്തെ കൈ ഈസ്റ്റ്, അപ്പൊ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭൂമധ്യരേഖയിലൂടെ ചൂട് വെള്ളത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും, ചൂട് പ്രവാഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. എങ്ങോട്ട്? ഓസ്ട്രേലിയയുടെ ഭാഗത്തോട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏഷ്യയില്, പ്രത്യേകിച്ച് ചൈനയുടെ ആ ഒരൊക്കെ ഭാഗത്തേക്ക്, ഇന്ത്യ ഇവിടെ ഉണ്ട്, ഇന്ത്യനെ സ്വാധീനിക്കുന്നുണ്ട്, മൺസൂണിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് നോർമൽ ഇയർ. എൽനിനോ കാലഘട്ടത്തിൽ 3 മുതൽ 7 വർഷത്തിലൊരിക്കലല്ലേ എൽനിനോ വരുന്നത്? ഉണ്ണി യേശു എന്നല്ലേ എന്നെ വിളിക്കുന്നത്. ഉണ്ണിയേശുവിന്റെ ക്രിസ്മസ് സമ്മാനം അത് ലോപിച്ച് ഉണ്ണി യേശു എന്നാക്കി മാറ്റിയതാ. ഈ സമയത്ത് ഈ കിഴക്കോട്ടുള്ള കാറ്റുകൾ ദുർബലമാവും. അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഉഷ്ണജലം എങ്ങോട്ട് പോകും? ആ കിഴക്ക് ദിശയിലേക്ക് അങ്ങോട്ട് പോകും, ആ വശത്തോട്ട് പോകും. എന്നിട്ട് ഇവിടെയുള്ളതിന്റെ ഈ തണുത്ത പെറു പ്രവാഹത്തെ അത് ഉഷ്ണജലമാക്കി മാറ്റും. അതായത് നോർമലി മഴ കിട്ടാതിരുന്ന അല്ലെങ്കിൽ മഴ ലഭിക്കാത്ത വരണ്ട് കിടക്കുന്ന ഈ സൗത്ത് അമേരിക്കയിലെ പെറുവിലൊക്കെ ഉള്ള അറ്റക്കാമ പോലുള്ള മരുഭൂമിയിലൊക്കെ ആ സമയത്ത് മഴ കിട്ടും. ഏത് സമയത്ത്? എൽനിനോ കാലഘട്ടത്തിൽ മഴ കിട്ടും. കാരണം ഭൂമധ്യരേഖയിലുള്ള ഉഷ്ണജലം മുഴുവൻ സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് പോകും. മനസ്സിലായില്ലേ? ഇവർക്ക് നല്ലപോലെ എന്ത് കിട്ടും? മഴ കിട്ടും. ആ സമയത്ത് വരൾച്ച മാറും അവരുടെ. നോർമൽ ഇയറിൽ ഇതെല്ലാം മരുഭൂമി, ഇതിന്റെ കിടക്കുന്ന അറ്റക്കാമ മരുഭൂമി, പെറുവിയൻ പ്രവാഹം കാരണം, ഇതിനെ തന്നെ ഹംബോൾട്ട് പ്രവാഹം എന്ന് വിളിക്കുന്നത്. ഇത് കാരണം ഉണ്ടായ മരുഭൂമി ഇത് കാരണമാണ് ഈ മരുഭൂമി ഉണ്ടായത്. ചിലിയിൽ അറ്റക്കാമ മരുഭൂമി ഉണ്ടായത് ഇത് കാരണമാണ്. എന്നാൽ എൽനിനോ കാലഘട്ടത്തിൽ ഇത് കണ്ടോ, അങ്ങോട്ട് പോകുന്ന കാണിച്ചേക്കുന്നുണ്ടോ? ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്തുകൊണ്ടാ? ഈസ്റ്റേർലി വിൻഡ് ദുർബലമാവും, അതായത് കിഴക്കോട്ടുള്ള കാറ്റുകൾ ദുർബലമാവും. ആ സമയത്ത് ഇവിടെയുള്ള ഉഷ്ണജലം അങ്ങോട്ടേക്ക് പോകും, അവിടെ മഴ കിട്ടും, മരുഭൂമിയുടെ ഭാഗത്തൊക്കെ മഴ കിട്ടും കേട്ടോ. ഇതാണ് എൽനിനോ എന്നറിയപ്പെടുന്നത്. എൽനിനോ കഴിഞ്ഞാൽ വരുന്ന അടുത്ത പ്രതിഭാസമാണ്, അതായത് ഈ നോർമൽ കണ്ടീഷൻ കുറച്ചും കൂടെ ഇന്റൻസ് ആവുന്ന സമയമാണ് ലാനിന, ബാലിക എന്നറിയപ്പെടുന്നത്. ലാനിന കണ്ടീഷൻ അല്ലെ, അതായത് ഇങ്ങോട്ട് വരുന്ന ആ ഉഷ്ണജലം കൂടുതൽ തീവ്രതയുള്ള, കൂടുതൽ കട്ടിയുള്ള ഉഷ്ണജലമായി മാറും. ഇതിലെ കൂടെ കടന്നു പോകുന്ന ശീതജലം കൂടുതൽ കട്ടിയുള്ള അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ശീതജലമായി മാറും. അതാണ് ലാനിന കണ്ടീഷൻ. അതായത് ലാനിന കണ്ടീഷനിൽ ഇവർക്ക് വരൾച്ച കൂടുതൽ ആവും, വലിയ അളവിൽ വരൾച്ച ഉണ്ടാവും. സാധാരണ നോർമൽ ഉണ്ടാകുന്ന വരൾച്ചയേക്കാൾ കൂടുതൽ വരൾച്ച കിട്ടും. ലാനിന കാലഘട്ടത്തിൽ ഈ തെക്ക് കിഴക്കൻ ഭാഗത്ത്, ഓസ്ട്രേലിയയുടെ ഭാഗത്ത്, ഏഷ്യയുടെ ഈ കിഴക്ക് ഭാഗത്ത്, ഓസ്ട്രേലിയയുടെ ഭാഗത്തൊക്കെ എന്ത് കിട്ടും? അത്യാവശ്യം നമുക്ക് നല്ല മഴ കിട്ടും. ലാനിന കണ്ടീഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല മഴ കിട്ടും. ക്ലിയർ? അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏതെല്ലാം? ഹിമാലയം ആ ഒരു ഭാഗത്തുനിന്ന് 2-3 ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? അവിടുന്ന് ഒരു ചോദ്യം നോക്കിക്കേ. മസൂറി, ധർമ്മശാല, ഷിംല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിലെ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? ഹിമാചൽ നിരയിലാണോ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്? യെസ്. മസൂറി എവിടെയാണ്? സുഖവാസ കേന്ദ്രങ്ങൾ റാണി, ഉത്തരാഖണ്ഡ് അല്ലെ. ധർമ്മശാല എവിടെയാണ്? ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ്. ഷിംല എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇതെല്ലാം ഹിമാചൽ നിരയിലാണ്. ഇനി ഹിമാലയത്തിലെ അരുണാചൽ മേഖലയിൽ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളാണ് അബോർ, മിഷ്മി, ഡഫ്ല എന്നിവ. ശരിയല്ലേ? ശരിയാണ്. അരുണാചൽ ഹിമാലയത്തിലാണ് അബോർ, മിഷ്മി, ഡഫ്ല തുടങ്ങിയവർ താമസിക്കുന്നത്. അവരവിടെ ചെയ്യുന്ന കൃഷിയാണ്. അരുണാചൽ മേഖലയിൽ അവർ ചെയ്യുന്ന കൃഷി രീതി വിളിക്കുന്ന പേരാണ് ജുമ്മിങ്. എന്ത് കൃഷി എന്ന് വിളിക്കുന്നത്? ജുമ്മിങ് കേട്ടോ. സിക്കിം, ഡാർജിലിംഗ് ഭാഗത്തുള്ള ഗോത്ര വിഭാഗങ്ങളെ ലെച്പ എന്ന് വിളിക്കുന്നു. ലെച്പ. പിന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഭാഗത്തുള്ള ഗോത്ര വിഭാഗങ്ങളെ ഭോട്ടിയ എന്ന് വിളിക്കുന്നു. പുസ്തകത്തിലുണ്ട്
ഹയർ സെക്കൻഡറി പുസ്തകമാണ്, +1 ടെക്സ്റ്റ് ആണ്. ഇനി അരുണാചൽ ഹിമാലയത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ ചെയ്യുന്ന കൃഷി രീതിയാണ് ജുമ്മിങ് കൃഷി. കണ്ടോ, അവർ എന്ത് കൃഷി പിന്തുടരുന്നു? ജുമ്മിങ് കൃഷി പിന്തുടരുന്നു. പിന്നെ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ എന്നീ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറ നിരകളിലാണ്. തെറ്റ്. കാരക്കോറ നിരകളിൽ ആര് മാത്രമേ ഉള്ളൂ? മൗണ്ട് K2 എന്ന് പറയുന്ന കൊടുമുടി മാത്രമേ ഫേമസ് ആയിട്ടുള്ള കൊടുമുടി ഉള്ളൂ കേട്ടോ. അപ്പൊ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ എവിടെയാണ്? അതൊക്കെ ഹിമാദ്രിയിലാണ്. സോ അതും തെറ്റിപ്പോയി. ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന? തെറ്റായ പ്രസ്താവന ഏതാണ്? 4 മാത്രം അല്ലെ, ബാക്കി 3 ശരിയാണ്, 4 മാത്രം തെറ്റിപ്പോയി. കണ്ടോ, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം. അതിനു മുമ്പ് ഒരു കാര്യം, 9ാം ക്ലാസ്സിലെ പുസ്തകം മാറിയിട്ടുണ്ട്, 5ല് 7ല് 9ല്. അപ്പോ ഹിമാലയത്തെ നമ്മൾ തരംതിരിക്കുന്നത് നദികളുടെ അടിസ്ഥാനത്തിലാണ്. സിഡ്നി ബെർണാഡ് അദ്ദേഹം ഹിമാലയത്തെ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. കുമയൂൺ ഹിമാലയം, അതുപോലെ തന്നെ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം, അങ്ങനെ തരംതിരിക്കുന്ന നമ്മൾ പഠിക്കുന്നുണ്ട്. പുതിയ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മറ്റൊരു തരംതിരിവ് പറയുന്നുണ്ട്, പടിഞ്ഞാറൻ ഹിമാലയം. അതേപോലെ തന്നെ ഹിമാലയത്തെ 3ആയിട്ട് തരംതിരിക്കുകയാണ്, പടിഞ്ഞാറൻ ഹിമാലയം, പിന്നെ മധ്യ ഹിമാലയം, കിഴക്ക് ഹിമാലയം, അങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നു എന്ന് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക, പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് പഠിപ്പിക്കുന്നതാണ്. മറ്റെവിടെയും നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ, ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റത്തില്ല. 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ളത് പടിഞ്ഞാറ് ഹിമാലയം, സിന്ധു, കാളി എന്നീ നദികളാണ് വേർതിരിക്കുന്നത്. സിന്ധു നദിക്കും കാളി നദിക്കും ഇടയ്ക്കുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ഹിമാലയം. മധ്യ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. അതിനകത്ത് സത്ലജിന് ഇടയ്ക്കൊന്ന് പോയി, നമ്മൾ പഠിച്ചേക്കുന്നതിനകത്ത് സത്ലജ് ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കിഴക്ക് ഹിമാലയം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ് കിഴക്ക് ഹിമാലയം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? സിഡ്നി ബെർണാഡ് ഹിമാലയത്തെ തരംതിരിക്കുന്നത് സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയ്ക്കുള്ള ഭാഗം പഞ്ചാബ് ഹിമാലയം, സത്ലജിനും കാളിക്കും ഇടയ്ക്കാണ് കുമയൂൺ ഹിമാലയം, കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്കാണ് നേപ്പാൾ ഹിമാലയം, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കാണ് ആസാം ഹിമാലയം. നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അത് മാറിയിട്ട് ഇപ്പോൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നു, പടിഞ്ഞാറൻ. സിന്ധു കഴിഞ്ഞ പിന്നെ അടുത്ത കാളി, അടുത്ത മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്ക് ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. അടുത്തത് നമ്മൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ, റീജിയണൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട് ഹിമാലയത്തിന്റെ. ഇത് +1 ബുക്കാണ് കേട്ടോ. +1 ടെക്സ്റ്റിനകത്ത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, റീജിയണൽ ക്ലാസിഫിക്കേഷൻ. ഇത് ഈ +1 ടെക്സ്റ്റിലെ ഈ 1ാമത്തെ പാഠം മുഴുവൻ, ഹിമാലയത്തെ പറ്റി പഠിക്കുന്ന ഭാഗം മുഴുവൻ ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. എൻട്രിയുടെ ഡിഗ്രി ചാനൽ കേട്ടോ, എൻട്രിയുടെ ഡിഗ്രി ചാനലില്ലേ, അതിനകത്ത് നോർത്തേൺ മൗണ്ടൻസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നോർത്തേൺ മൗണ്ടൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ട്, നിങ്ങൾക്ക് അതിനപ്പുറത്തത് ആര് പറഞ്ഞു തരത്തില്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. അത്രയും വൃത്തിയായിട്ട് എന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ചാനലിനകത്ത്, എന്റെ ആ ഒരു ക്ലാസ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ വേണമെങ്കിൽ കാണാം. ഈ റീജിയണൽ ക്ലാസിഫിക്കേഷൻ എത്രയായിട്ട് തരംതിരിക്കുന്നത്? 5 ആയിട്ട്. ഇത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ, 5 എണ്ണം. ഈ 5 എണ്ണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഓരോന്നിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ വേറെ ചോദ്യങ്ങളുണ്ടോ? ഇല്ല, ഉണ്ട്. നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നോക്കിക്കേ. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ സിയാങ് അഥവാ ദിഹാങ് എന്നറിയപ്പെടുന്നു. ശരി. ലഡാക്ക് നിരകളുടെയും സസ്കർ നിരകളുടെ ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ശരിയാണോ? ശരിയാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ എങ്ങനെ അറിയപ്പെടുന്നത്? സിയാങ് അഥവാ ദിഹാങ്. ഈ ബ്രഹ്മപുത്ര തന്നെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരറിയാവല്ലോ, സാങ്പോ. ഈ ബ്രഹ്മപുത്ര തന്നെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരറിയാവല്ലോ, ജമുന. കേട്ടോ, മാറരുത്. ലഡാക്ക് നിരകളുടെ സസ്കർ നിരകളുടെ ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ശരിയാണ്. ഗംഗ, യമുന, സരസ്വതി നദികൾ കൂടിച്ചേരുന്ന പ്രദേശമാണ് പ്രയാഗ്രാജ്. പഴയ അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. ഇതിനെ തന്നെ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത് അല്ലെ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരി, 1ഉം 2ഉം 3ഉം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, വർദ്ധ, പെൻഗംഗ, വെയിൻഗംഗ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? ഒരു സംശയം വേണ്ട, പെനിൻസുലാർ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരിയുടെ പോഷക നദികളാണ് വർദ്ധ, പെൻഗംഗ, വെയിൻഗംഗ തുടങ്ങിയവ. പിന്നെന്തൊക്കെയുണ്ട്? ശബരിയുണ്ട്, പിന്നെന്തുണ്ട്? പൂർണ്ണയുണ്ട്. താപ്തിക്കും പൂർണ്ണ എന്ന് പറയുന്നൊരു പോഷക നദിയുണ്ട് കേട്ടോ, ഗോദാവരിക്കും ഉണ്ട്. പിന്നെന്തുണ്ട്? പ്രാണഹിതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് ഇന്ദ്രാവതി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഇല്ല. ഇന്ദ്രാവതി ഉണ്ട്. ഇതെല്ലാം ആരുടെ പോഷക നദിയാ? ഗോദാവരിയുടെ പോഷക നദിയാ. കൃഷ്ണയുടെ അറിയാമല്ലോ, കൃഷ്ണയുടെ പോഷക നദികള് ഭീമയുണ്ട്, തുംഗഭദ്രയുണ്ട്, പിന്നെ ഏതാ ഭീമ, തുംഗഭദ്ര, കൊയ്ന, മൂസി അല്ലെ. ഇതെല്ലാം ആരുടെ പോഷക നദികളാ? ഗൗഡപ്രഭ, മാലപ്രഭ, ഇതെല്ലാം കൃഷ്ണയുടെ പോഷക നദികളാ. കാവേരിയുടെ അറിയാമല്ലോ, അർക്കാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ, കബനി, ഭവാനി, പാമ്പാർ, ഇതെല്ലാം ആരുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ അറിയാമല്ലോ, ഇബ്, ടെല്ല്, ഷിയോനാഥ്, ഇതൊക്കെ മഹാനദിയുടെ പോഷക നദികളാണ്. ഇബ്, ടെല്ല്, ഷിയോനാഥ് ഒക്കെ. താഴെ നൽകിയിരിക്കുന്നവരിൽ ഇന്ത്യയിലെ ആണവോർജ്ജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ശരിയായി ചേരുമ്പോൾ ചേർത്തിരിക്കുന്ന ഏതെല്ലാം? താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്. റാവത്ത് ഭട്ട രാജസ്ഥാൻ, രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ റാവത്ത് ഭട്ട ശരിയാണ്. കൈഗ കർണാടക ശരിയാണ്.
നറോറ ഉത്തർപ്രദേശ് ശരിയാണ്. കാക്രപ്പാറ മധ്യപ്രദേശ് തെറ്റാണ്. കാക്രപ്പാറ ഗുജറാത്തിലാണ് അല്ലെ, ഗുജറാത്തിലാണ്. അപ്പൊ ഏതൊക്കെയാ ശരി? 1, 2, 3 ആൻഡ് 4. ആദ്യത്തെ 4 ശരിയാണ്, അഞ്ചാമത്തെ തെറ്റിപ്പോയി. ലാസ്റ്റ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏത്? താൽച്ചർ, വിന്ധ്യാചൽ, രാമകുണ്ടം, റിഹാന്ത്. നിലവിൽ പുതിയ താപവൈദ്യുത നിലയങ്ങളിലൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? വിന്ധ്യാചലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തന്നെ വന്നില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന മേഖലകളുണ്ടല്ലോ, ആ മേഖലകളിൽ നിന്നെങ്കിലും ചോദ്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, കാറ്റുകൾ 2 അങ്ങനെ പറഞ്ഞ് തന്ന ലിസ്റ്റ് തന്നിട്ടില്ലേ, ആ ലിസ്റ്റ് അതിനകത്തുള്ള പാഠങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഞാൻ തന്നിട്ടുള്ള ഹയർ സെക്കൻഡറി ബുക്കുകളുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ആ പാഠങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ജോഗ്രഫി അങ്ങനെ ഒരു കുറച്ച് സമയം എടുത്ത് സെറ്റാക്കി മുമ്പോട്ട് പോവുക കേട്ടോ. ബാക്കി നിങ്ങളുടെ സമയം മുഴുവൻ നിങ്ങൾ മറ്റു വിഷയങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കുക, നമുക്ക് 3 സെക്ഷനായിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കണം നമ്മുടെ എക്സാമിനെ. ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ചേരുന്ന 30 മാർക്കിന്റെ ഏരിയ ആണ്. ഓക്കെ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 20 മാർക്ക് വരുന്ന കറണ്ട് അഫയറിന്റെ മേഖലയാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 50 മാർക്ക് വരുന്ന GK-യുടെ മേഖലയാണ്. 50 മാർക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ 50ഉം 20ഉം 70ഉം 30ഉം 100 മാർക്ക്, അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിനകത്ത് പാറ്റേൺ വലിയ വ്യത്യാസം ഇല്ല. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നോർമൽ പാറ്റേൺ കണ്ടിന്യൂസ്ലി അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് കൂടുതലും വേണ്ടത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെ, കണ്ടിന്യൂസ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെ പഠിക്കുക. പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ആവറേജും നമ്മൾ പഠിച്ചിട്ടുള്ള റേഷ്യോ പ്രൊപ്പോർഷനും നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഗ്രാമറും ഒക്കെ തന്നെയാണ് അവർ വേറെ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. ഒരു തവണ നമ്മൾ പഠിച്ചാൽ അതിന്റെ വ്യത്യസ്ത ചോദ്യങ്ങൾ മാത്രം ഇവിടെ ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ്ലി നോളജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കറണ്ട് അഫയറിന്റെ കേസിനകത്ത്, CA-ക്കകത്ത്. കാരണം ഇവിടെ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ പറഞ്ഞ GK-ക്കകത്ത് ഇതിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, IT വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ നിയമങ്ങൾ, സിവിക്സ് വരുന്ന മറ്റൊരു ഏരിയ ഉണ്ട്. ഇത് നമുക്ക് SCERT-ക്കകത്തൊന്നും NCERT-ക്കകത്തൊന്നും നമുക്ക് കാര്യമായിട്ട് കണ്ടന്റ് കിട്ടത്തില്ല. സോ അതിന് നമ്മൾ പുതിയ പല സോഴ്സുകൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ഈ പറഞ്ഞ ബാക്കി വരുന്ന വിഷയങ്ങൾ നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK എന്ന് ഞാൻ പറയും. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, അതുപോലെ തന്നെ IT ഒക്കെ. ഈ സ്റ്റാറ്റിക് GK ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മളെ തന്നെ മാറ്റിയെടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഈ ഭാഗം പഠിച്ചെടുക്കണം. കാരണം ഇവിടെയാണ് ഇപ്പൊ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക്, ഇവിടെയാണ്. സോ ഇവിടെ നമ്മൾ പുതിയ ട്രെൻഡ് എന്താണ്, ചോദ്യങ്ങളുടെ ട്രെൻഡ് എന്താണ്, പുതിയ ചോദ്യങ്ങൾ പഠിക്കണം, പുതിയ പാഠങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഹയർ സെക്കൻഡറി ബുക്കുകൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞ് മുഴുവൻ ഇതിലേക്ക് ഇരിക്കരുത്. ഈ 50 മാർക്ക് സെറ്റ് ആക്കുന്നത് പോലെ തന്നെ, ഈ 50 മാർക്കിനകത്ത് ടൈം ഇടുന്നത് പോലെ തന്നെ ഇവിടെ ഈ 50 മാർക്കിനകത്ത് ടൈം ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? രണ്ടും ഒരേപോലെ നമുക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് വേണ്ടത് പ്രാക്ടീസ്. കറണ്ട് അഫയർ പുതിയ ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം. GK കൂടുതൽ പാഠങ്ങൾ വായിക്കണം. ഇൻഡെപ്തിലേക്ക് നോക്കി പോകണം. ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പരിശീലിക്കണം. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം. അവസാനത്തെ 50 മാർക്ക് ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പൊ അതിന് സജ്ജമാക്കി ഇനിയുള്ള ദിവസങ്ങൾ, രണ്ടാഴ്ച ഇല്ല, ഇപ്പൊ ക്ലാസ് അപ്ലോഡ് ചെയ്തൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ, എത്ര ദിവസങ്ങൾ കൂടെ മുമ്പിലുണ്ടോ അത്രയും ദിവസം അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വിജയിക്കാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും, നല്ല റാങ്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പൊ എൻ്റെ ഒരു അനാലിസിസ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി. മറ്റു വിഷയങ്ങളുടെ മറ്റ് അധ്യാപകർ ഇതേപോലെയുള്ള അനാലിസിസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവരെയും നിങ്ങൾ കേൾക്കുക, അവർ പറയുന്നതും അനുസരിക്കുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ നേരത്തെ പരീക്ഷകൾ മോശമായി പോയവർ, ബുദ്ധിമുട്ടായി പോയവർ അടുത്ത പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുക, മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക്, റാങ്ക് ഒക്കെ വാങ്ങാനായിട്ട് പറ്റട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ നേരിൽ കാണുമ്പോൾ വന്ന് പരിചയപ്പെടുക, സംസാരിക്കുക. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ. നിങ്ങളെ ആരും എനിക്കറിയത്തില്ലെങ്കിലും നമ്മളെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ വന്ന് സംസാരിക്കുക, പരിചയപ്പെടുക. ട്രെയിനിലോ ഒക്കെ ബസ്സിലോ ഒക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടാൽ നേരിട്ട് വന്ന് കാണുക, സംസാരിക്കുക, പരിചയം പുതുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിക്കും. കാരണം ഇവിടെയൊക്കെ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ നല്ല റാങ്ക് വാങ്ങി നല്ലൊരു ജോലി കിട്ടി ആത്മാർത്ഥമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാനുള്ളൊരവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു.